സുഹൃത്തുക്കളെ, മതമുക്ത യൂറോപ്പും സ്വതന്ത്ര ചിന്തകരും എന്നൊരു വിഷയമാണ് ഇന്ന് പറയാൻ വിചാരിക്കണേ. ഈ വിഷയം തീരുമാനിച്ചത് ഡിസംബറിലാണ്. വിഷയം ആലോചിക്കാൻ കാരണം പെട്ടെന്ന് വിഷയം പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരിക്കും പറഞ്ഞത്. കാരണം 31-ാം തീയതി സ്വാതന്ത്ര്യലോകം നടക്കണം, അതിനു മുമ്പേ വിഷയം അനൗൺസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആലോചിച്ചൊരു വിഷയം അങ്ങ് പറയാനുണ്ടായിരുന്നു. അത് ആ സമയത്ത് യൂറോപ്പിലുണ്ടായിരുന്നത്. എല്ലാ വർഷവും ഞാൻ കുറച്ച് ദിവസം യൂറോപ്പിൽ മകൻ്റെ കൂടെ പോയി താമസിക്കാൻ പതിവുണ്ട്. അങ്ങനെ പോയിരുന്നതാണ്. അപ്പോൾ യൂറോപ്യൻ സമൂഹം നമുക്കറിയാം, കുറേയൊക്കെ ഏറെക്കുറെയൊക്കെ മതങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും സ്വാധീനം പൊതുജീവിതത്തിൽ കുറഞ്ഞൊരു സ്ഥലമാണ് യൂറോപ്പ്. നമുക്കറിയാം. ഞാൻ താരതമ്യേന എന്ന് വളരെ ബോധപൂർവ്വം തന്നെ പറഞ്ഞാണ്. കാര്യം, ഈ മതമുക്തമായ യൂറോപ്പ് എന്ന വിഷയത്തെക്കുറിച്ചിട്ടൊരു ഇങ്ങനെയാണ് പ്രഭാഷണം എന്ന് ഫേസ്ബുക്കിലിട്ടപ്പോൾ അതിൽ വന്ന ആദ്യത്തെ ഒരു കമൻറ്റ് എൻ്റെ ഒരു മാർക്സിസ്റ്റ് സുഹൃത്തിൻ്റെയാണ്. അത് ഇങ്ങനെ കമൻറ്റ് എഴുതി, മതമുക്ത യൂറോപ്പോ അത് എന്നു മുതൽ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വിക്കിപീഡിയയിൽ നിന്ന് ഒരു ഭാഗം കോപ്പി ചെയ്ത് വെച്ചു. അതങ്ങനെ മതമുക്തമല്ല യൂറോപ്പ് എന്നാണ് ഇവർ പറഞ്ഞത്. അത് ആ കമൻറ്റ് അതിൻ്റെ ഇടയിൽ ആ യൂറോപ്പിലെ വിക്കിപീഡിയയിലെ കോട്ട് അതിൽ കാണാം. അത് ശരിയാണ്. കാരണം കുറേ പേരൊക്കെ ഇപ്പോഴും അവിടെ രേഖപ്രകാരം ക്രിസ്ത്യാനികൾ തന്നെയാണ്. പക്ഷെ അതും കുറഞ്ഞു വരികയാണെന്നുള്ള ആ നമ്മുടെ സുഹൃത്ത് ഉദ്ധരിച്ച ആ ഭാഗം നോക്കിയാൽ അതിൽ കാണാം കൃത്യമായിട്ട്. അതായത് ഇപ്പോഴും ക്രിസ്ത്യാനിറ്റിയാണ് അത് ലാർജസ്റ്റ്. 2012 മുതൽ ഇതിന് പറഞ്ഞത് ലാർജസ്റ്റ് റിലീജിയൻ യൂറോപ്യൻ യൂണിയൻ അക്കൗണ്ടിങ് 64% ഓഫ് ദ യൂറോപ്യൻ യൂണിയൻ പോപ്പുലേഷൻ, ഡൗൺ ഫ്രം 72% ഇൻ 2012. അതായത് 7 കൊല്ലം കൊണ്ട് 8% ആൾക്കാർ കുറഞ്ഞു എന്നാണ് അറിയുന്നത്. ആ കോട്ടിയതിൽ തന്നെ അങ്ങനെ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് വളരെ വളരെ എന്താ പറയുക, വളരെ പെട്ടെന്ന് തന്നെ ഈ മതമുക്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആൾക്കാർ കൂടുതൽ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതമുക്തം എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ ഒരൊറ്റ വിശ്വാസിയും മതവിശ്വാസിയും ഇല്ല എന്നുള്ളൊരു വിചിത്രമായ അർത്ഥം അതിന് കൽപ്പിക്കേണ്ടതില്ല. മതമുക്തി എന്ന് ഞാൻ പറഞ്ഞത് 3 അർത്ഥത്തിലാണ്. ഒന്ന്, ഈ സമൂഹത്തിലെ സ്ഥാപനങ്ങൾ, പ്രധാനമായിട്ട് ഭരണകൂടം, ഇതൊക്കെ മതത്തിൽ നിന്ന് വിമുക്തമാണ് എന്ന കാര്യം. പക്ഷേ ഇപ്പോൾ ഒരു രാജഭരണം നാമമാത്രമായി നിലനിൽക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ചില അംശങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ടാവും. പക്ഷേ ഒരു പ്രായോഗികമായി പറഞ്ഞാൽ സ്റ്റേറ്റ് ചർച്ച് സെപ്പറേഷൻ എന്നുള്ളത് യൂറോപ്പിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് പൂർണ്ണമാണ്. ഏതാണ്ട് നല്ല പൂർണ്ണം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഭരണകൂടം മതമുക്തമാണ്. നമ്മുടെ നാട്ടിൽ സ്ഥിതിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കി നമുക്കത് അറിയാം. ഞാനത് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എത്രത്തോളം നമ്മുടെ ഭരണകൂടം മതബദ്ധമാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഈ വിവിധങ്ങളായിട്ടുള്ള മനുഷ്യ വ്യവഹാരങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ, റിക്രിയേഷണൽ, എഡ്യൂക്കേഷണൽ, പ്രൊഫഷണൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും അതൊക്കെ മനുഷ്യ പ്രവൃത്തികൾ. ഇതിലൊക്കെ എത്രത്തോളം ദൈവം മതം ഇടപെടുന്നുള്ളതാണ്. അതിലെത്രത്തോളം അതുമായിട്ട് ദൈവസംബന്ധിയായി മതസംബന്ധിയായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ നടക്കുന്ന വ്യവഹാരങ്ങളൊക്കെയും പൂർണ്ണമായും പറയാം യൂറോപ്പിൽ മതമുക്തമാണെന്ന് പറയാം. ഇവിടെ സാംസ്കാരിക മണ്ഡലം, വിദ്യാഭ്യാസ മണ്ഡലം, വിനോദ മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ മതസ്വാധീനത്തിലും ദൈവസ്വാധീനത്തിലും ആണ് നടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലും യൂറോപ്പ് മതമുക്തമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതാണ് രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം എന്ന് വെച്ചാൽ, പഴയ കാലത്തിന് വ്യത്യസ്തമായിട്ട് മതവിശ്വാസം എന്ന് ഇന്ന് യൂറോപ്പിലെങ്കിലും ഒരു ഓപ്ഷനാണ്. നമുക്ക് പോലും ഇവിടെ അത് ഒരു ഓപ്ഷനായി വരുന്നുണ്ട്. അപ്പോൾ 2-3 നൂറ്റാണ്ട് പിറകോട്ട് പോയി കഴിഞ്ഞാൽ ദൈവവിശ്വാസി ആയിരിക്കുക, മതവിശ്വാസി ആയിരിക്കുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നിലവിലുണ്ടായിട്ടില്ല. ഇന്ന് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ ഒരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ദൈവവിശ്വാസം വേണോ വേണ്ടി എന്നുള്ളത്. ആ അർത്ഥത്തിലും മതമുക്തി. ഈ 3 അർത്ഥത്തിലാണ് മതമുക്തി എന്ന് ഞാൻ പ്രയോഗിക്കുന്നത്. ഇതിന് മതേതരം എന്ന് പറഞ്ഞാൽ പോരെ? അത് മതി. സെക്കുലറൈസേഷൻ ഓഫ് യൂറോപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ പോരായല്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഉപയോഗിച്ച് അർത്ഥം ചോർന്നു പോയൊരു വാക്കാണ് മതേതരം. നമ്മൾ ഇന്ത്യൻ മതേതരം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ മതേതരം എന്നുള്ള നല്ലൊരു വാക്കാണ്. കാരണം വെച്ചാൽ നോട്ട് ഹാവിങ് എനി കണക്ഷൻ വിത്ത് റിലീജിയൻ. പക്ഷേ മതേതരം എന്നുള്ളതുകൊണ്ട് നമ്മൾ അതല്ലല്ലോ മനസ്സിലാക്കുന്നത്. നമ്മുടെ മതേതരം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്. നോട്ട് ഹാവിങ് എനി കണക്ഷൻ വിത്ത് റിലീജിയൻ എന്നുള്ള ഡിക്ഷണറി അർത്ഥമല്ല നമ്മൾ മതേതരം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മതേതരം എന്ന് പറയുന്നതിന് പകരം മതമുക്തം എന്ന് പറയേണ്ടി വരുന്നത്. ഇന്ത്യയിൽ നമ്മൾ മതേതരം എന്ന വാക്കിൻ്റെ അർത്ഥം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സർവ്വമത പ്രീണനം എന്നൊക്കെയുള്ള പറയാം. ഒരു പക്ക അന്ധവിശ്വാസിയായിട്ടുള്ള ശശി തരൂർ പോലും സ്വയം ഒരു അദ്ദേഹമാണ് സെക്കുലറിസത്തിൻ്റെ ചാമ്പ്യൻ ഒരർത്ഥത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ സെക്കുലറിസം എഴുതി വെച്ച ലേഖനമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് മേലെ. പക്ക അന്ധവിശ്വാസിയാണ്. പക്ഷേ നമ്മൾ അദ്ദേഹം ഇന്ത്യൻ രീതി നോക്കിയാൽ സെക്കുലർ ആയിട്ടുള്ള ഒരാളല്ലേ, സംശയമില്ല.
ഇന്ന് ഭാരതരത്ന കിട്ടിയ വ്യക്തിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ശശി തരൂർ ഒന്നാമത്തെ സെക്കുലർ നമ്മുടെ രീതിയിൽ. ആ അർത്ഥത്തിലല്ല നമ്മൾ സെക്കുലർ എന്ന് പറയേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ മതേതരം എന്ന വാക്ക് പ്രയോഗിക്കാതെ മതമുക്തം എന്നുള്ള വാക്ക് പ്രയോഗിച്ചത്. സെക്കുലറൈസ്ഡ് യൂറോപ്പ് എന്ന് വായിച്ചാൽ മതി. മതമുക്തമായ യൂറോപ്പ് എന്ന് പറയും. മതമുക്തം എന്നതിന് ഒരു എക്സ്ട്രീം അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ലെന്ന് അർത്ഥം. അത് ഒരു മനുഷ്യനുമില്ലാതെ എല്ലാവരും മതം വിട്ടു, അങ്ങനെ അർത്ഥമില്ല. അപ്പോൾ യൂറോപ്യൻ സമൂഹങ്ങൾ എത്രത്തോളം മതമുക്തമായിട്ടുണ്ട് എന്ന് അറിയാവുന്ന ഒരു നേരിൽ നമുക്ക് കാണാവുന്ന ഒരു അനുഭവിക്കാവുന്ന ഒരു ഉദാഹരണമാണ് അവിടുത്തെ പള്ളികൾ. പല പള്ളികളും. എനിക്ക് യൂറോപ്പിലെ ഒരു പ്രധാന ഈ ഒരു ഹോബി സൈക്കിൾ എടുത്ത് ഇങ്ങനെ പോയിട്ട് പൂട്ടിയിട്ട് പള്ളികൾ കാണാനുള്ള, പൂട്ടിയിട്ടതും പലതരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്, ബാറായി മാറിയത്, അവിടേക്ക് പോയി ഒരു ചായ കുടിക്കുക, അതിൻ്റെ ബില്ല് സൂക്ഷിക്കുക, ഇങ്ങനെ പല കൗതുകങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അപ്പോൾ ഇത്തവണ വിൻ്ററാണ്, നമ്മൾ അധികം പുറത്ത് പോയിട്ടില്ല. അപ്പോൾ എവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പള്ളികളൊക്കെ തന്നെ ഉപയോഗരഹിതമായി, ഒരു റിലീജിയസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ വേറൊരു ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇത്തവണ നെതർലാൻഡ്സ് വന്നപ്പോൾ ഒരു മ്യൂസിയത്തിൽ പോയി. ഞാൻ താമസിച്ച യുട്രെക്റ്റ് നഗരത്തിൽ ഉള്ള ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയം പിന്നെ മ്യൂസിക്കൽ ക്ലോക്ക്, എന്താ പറയുക, ഒരു മ്യൂസിക്കൽ ക്ലോക്കുകളുടെ മ്യൂസിയം എന്ന് പറയാം. അത് ഈ സംഗീത യന്ത്രങ്ങളുടെ ഒരു മ്യൂസിയമാണ്. മ്യൂസിക്കൽ ക്ലോക്കുകളുണ്ട്, സംഗീത യന്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഈ ഗ്രാമഫോണൊക്കെ വരുന്നതിന് മുമ്പേ, ഇലക്ട്രോണിക്സ് ഒക്കെ വരുന്നതിന് മുമ്പേ, അതിനു മുമ്പേ ഗ്രാമഫോണും കൂടി വരുന്നതിന് മുമ്പുള്ള കാലത്ത് താനേ സംഗീതം പൊഴിച്ചിരുന്ന യന്ത്രങ്ങൾ എന്നുള്ളത് ഒരു വലിയൊരു കൗതുകമായിട്ടുള്ള സാധനമാണ്. ആ കാലത്തെ ഒരു എന്താ പറയുക, ഒരു വലിയ കൗതുകമാണ്. 17-18 നൂറ്റാണ്ടുകളിലെ വലിയ കൗതുക വസ്തുക്കളാണ്. ഈ വലിയ ധനികരുടെ വീടുകൾ മുതൽ ഉത്സവ പറമ്പുകളിൽ വരെ 2 തരം അവിടെ കാണാൻ എനിക്ക് സംഗീത യന്ത്രങ്ങളാണ്. ഈ സംഗീത യന്ത്രങ്ങൾ ആ കാലത്ത് 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളരെ പ്രസിദ്ധമായിരുന്നു. പിന്നെ ഗ്രാമഫോൺ വന്നു, ഇലക്ട്രോണിക്സ് വന്നു, അതോടെ അത് പിന്നെ ഉപയോഗശൂന്യമായി. ആ കാലത്തെ ഒരു സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും കരകൗശല വൈദഗ്ധ്യത്തിൻ്റെയും മകുടോദാഹരണങ്ങൾ എന്ന് പറയാവുന്ന യന്ത്രങ്ങൾ അതൊക്കെ. ഇത് 1956 അന്നേക്ക് ഇതാരും ഉപയോഗിക്കാതായി. പഴയ ഈ സംഗീത യന്ത്രങ്ങൾ ശേഖരിച്ചിട്ട് ഇവരൊരു മ്യൂസിയം തുടങ്ങി. അപ്പോൾ അതൊക്കെ വർക്കിംഗ് ആക്കി. ഇപ്പോഴും അതൊക്കെ നമുക്ക് പോയാൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ കാണാം. പലതരത്തിലുള്ള സംഗീത യന്ത്രങ്ങൾ, മെക്കാനിക്കലായിട്ടുള്ള സംഗീതം ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ. 1984 മുതൽ ഈ മ്യൂസിയം പ്രവർത്തിക്കുന്ന ഒരു പള്ളിയുടെ കെട്ടിടത്തിലാണ്. 84 മുതൽ. നമ്മൾ ഇത് ആ ഫോട്ടോ ആണ് കേട്ടോ. ഇത് ഞങ്ങൾ അവിടെയുള്ള ടൂറിസ്റ്റുകളൊക്കെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത് ഒരു പള്ളിയാണെന്ന് പക്ഷേ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അവർക്കതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. ഇതൊരു പള്ളിക്കെട്ടിടമാണ് എന്നൊന്നും അവർ പറയുന്നില്ല. അവർക്കതൊരു സാധാരണ സംഭവമാണ്. അവരവിടെ ഈ യന്ത്രങ്ങളൊക്കെ കാണിച്ചു തരും, പിന്നെ പ്രവർത്തനമൊക്കെ കാണിച്ചു തരും, അതൊക്കെ കാണും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ മേലോട്ട് നോക്കിയപ്പോൾ തോന്നി, എൻ്റെ റൂഫ് ഉണ്ടെന്ന് എനിക്കറിയാം, ഇത് ഒരു പള്ളിയാണല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ പോയി ചോദിച്ചു. അവിടെ എഴുതി വെച്ചിട്ട് പോലും ഇല്ല ഇതൊരു പള്ളിയാണെന്ന്. ഞാൻ കാണുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പള്ളിയായിരുന്നു, പഴയൊരു പള്ളിയാണ് എന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ വന്ന ശേഷം പിന്നെ ഇത് പള്ളിയുടെ ചരിത്രം അന്വേഷിച്ച് പോയത്. നിങ്ങൾക്ക് വിക്കിപീഡിയ പോയി കഴിഞ്ഞാൽ ആ പള്ളിയുടെ വിവരങ്ങൾ അവിടെ കാണാം. അത് ആ പേജാണ് അവിടെ വെച്ചിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ തന്നെ ഇത് 10-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയാണ്. 1000 കൊല്ലമായിട്ടൊരു പള്ളിയാണ്. ഇപ്പോൾ ഇതൊരു പള്ളിയാണെന്ന് പോലും പിന്നെ ആർക്കും ഒരു മൈൻഡും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ 12-ാം നൂറ്റാണ്ടിന് 13-ാം നൂറ്റാണ്ടിന് രേഖകളുണ്ട്. തീപിടുത്തം ഉണ്ടായി എന്നുള്ള രേഖകളുണ്ട്. അങ്ങനെ ഓരോ തീപിടുത്തവും കണ്ട് ഇപ്പോൾ ഗുരുവായൂർ അമ്പലം തീപിടിച്ചത് നമ്മുടെ 26-ാമത്തല്ലേ. അതൊക്കെ റിനോവേറ്റ് ചെയ്ത പോലെ അതേപോലെ വലിയ വിഷയമായി ആ സമൂഹം കാര്യമായൊക്കെ റിനോവേറ്റ് ചെയ്തും പിന്നെ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരുന്ന ഈ പള്ളി 1975 മുതൽ ഉപയോഗശൂന്യമായി. അത് വിക്കിപീഡിയ പറഞ്ഞത് in 1975 the church fell into religious disuse എന്നാണ് വിക്കിപീഡിയ പറഞ്ഞത്. പിന്നെ 1984 മുതൽ ആ കെട്ടിടം ഒരു സംഗീതോപകരണ മ്യൂസിയമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാം വഴിയരികിലുള്ള ഈ ചുമട് താങ്ങികൾ പണിത് വെക്കാറുണ്ടല്ലോ. പഴയ കാലത്ത് വളരെ ഉപയോഗമുള്ള സാധനമാണ്. ആൾക്കാർ ഈ ചുമട് വീട്ട് നടന്നു വരുമ്പം അത് ഉപയോഗിക്കുന്നതാണ്. ഇന്നിപ്പോൾ അങ്ങനെ തലച്ചുമട് എടുത്തിട്ട് ആൾക്കാർ വളരെ ദൂരം നടക്കുക എന്നുള്ള ഏർപ്പാട് ഇല്ലാതായപ്പോൾ ഈ ചുമട് താങ്ങികൾ എന്തായോ അതുപോലെയാണ് ഇന്നിപ്പോൾ പിന്നെ യൂറോപ്പിലെ പല പള്ളികളും കിടക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടതാണ്, 10 നൂറ്റാണ്ട് ഒരു നഗരത്തിലെ ആ യുട്രെക്റ്റ് നഗരത്തിലെ മനുഷ്യ ജീവിതത്തിൻ്റെ വളരെ നിർണായകമായിട്ടൊരു പങ്ക് വഹിച്ചതാണ്. നമ്മൾ എന്താ പറയുക, ഒരു തൊട്ടിൽ മുതൽ ശവപ്പെട്ടി വരെ എന്ന് പറയുന്നത് ആ കാലം മൊത്തം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചുകൊണ്ട് അടക്കി ഇതൊക്കെ ചെയ്തിരുന്ന അവരുടെ പൗരജീവിതത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ആ പള്ളി
അതിൽ നിലനിർത്തപ്പെടേണ്ടതാണോ കൊണ്ടാടപ്പെടേണ്ടതാണോ എന്ന് ആ സമൂഹത്തിന് തോന്നുന്നില്ല. അങ്ങനെ ഒറ്റ തലമുറ ഉണ്ട്. അതുപോലെ തന്നെ ഒരു 2000 കൊല്ലം 20 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള ഈ ഭാവനാ ആഖ്യാനങ്ങളും അവരുടെ തൊട്ട് മുമ്പുള്ള പൂർവിക തലമുറകളൊക്കെ തന്നെ വളരെ വിശുദ്ധമെന്നും വളരെ സത്യമെന്നും കരുതിയിരുന്ന കഥകളൊക്കെ തന്നെ, അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ ഇതിലൊക്കെ ഒരു കഥയുമില്ല എന്നൊരു തലമുറക്ക് അങ്ങ് ബോധ്യമാവുകയും അവർക്ക് കൂടുതൽ കൗതുകം തോന്നുന്നത് ഒരു 2 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യരുണ്ടാക്കുന്ന ഈ സംഗീത യന്ത്രങ്ങളാണെന്നുള്ളത്. അതാണ് സംരക്ഷിക്കപ്പെടാൻ അവർക്ക് തോന്നുന്നത്, മറ്റല്ല. മറ്റേ ഇത് അവർക്ക് സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് പോലും തോന്നുന്നില്ല. അവർ ഡിസില്യൂഷനായി, അവർക്ക് അതിൽ ഒരു താല്പര്യം തോന്നുന്നില്ല അവിടെ. ഇതാണ് യൂറോപ്പിൻ്റെ പിന്നെ ഒരു സെക്കുലറൈസേഷൻ്റെ മതമുക്തിയുടെ ഒരു ജീവിക്കുന്ന ചിത്രമായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥിതി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് രാജ്യമൊട്ടാകെ ഒരു അമ്പലപ്പനി ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെയാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ മുഖ്യ കാർമ്മികൻ. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നും പ്രതിനിധികൾ അവിടെ എത്തി. വിദ്യാഭ്യാസം, വിനോദം തുടങ്ങി സയൻസ് വരെയുള്ള സകല മേഖലകളിലുള്ള ക്ഷണിക്കപ്പെട്ട ആൾക്കാർ ഇവിടെ എത്തി. വളരെ ഭക്തിപൂർവ്വം പങ്കെടുത്തു, നമിച്ചു. ക്ഷണിക്കപ്പെടാത്തവർ സോഷ്യൽ മീഡിയയിൽ രാമഭക്തിയും രാജ്യസ്നേഹവും ദേശാഭിമാനവും ഒക്കെ വിളിച്ചു പറഞ്ഞു. ഇത് രേവതിയുടെ ഇതാണ്. അപ്പോൾ where the clear stream of reason has lost its way into the dreary desert sand of dead habit, മൃതമായ ആചാരങ്ങളുടെ നിരാനന്ദമായ മരുഭൂമിയിൽ യുക്തിബോധത്തിൻ്റെ തെളിനീരരുവി വഴിതെറ്റി വരണ്ടു പോകുന്ന ഇടം എന്ന് നമ്മുടെ നാട്ടിന് 1913 ടാഗോർ വിവരിക്കുന്നുണ്ട്. 110 കൊല്ലത്തിനിപ്പുറവും സ്ഥിതി വളരെ വ്യത്യസ്തമല്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് പൗരന്മാരുടെ മനസ്സ് നിർഭയവും ശിരസ് കുനിയാത്തതും, where the mind is without fear ആയ സമൂഹങ്ങൾ, ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, അങ്ങനെയുള്ള സമൂഹങ്ങൾ ലോകത്തുണ്ട്. അത് യൂറോപ്പിലാണ്. ഞാനിത് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരാളെൻ്റെ എഴുതിയിട്ടുണ്ട്, യൂറോപ്പിനെ നല്ലോണം പുകഴ്ത്തണേ. പുകഴ്ത്തും. എന്താ പുകഴ്ത്തുന്നതിൽ? അങ്ങനെ പുകഴ്ത്തപ്പെടേണ്ടതാണിത്. അത് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. ഇവിടെ ധൈര്യമായി സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. വളരെ പേടിച്ച് ആൾക്കാർ സംസാരിക്കുന്നത്. നാളെ ഈടി വന്ന് വാതിൽ മുട്ടുമോ എന്ന് ഭയപ്പെടാതെ ആരാ ഉള്ളത്? അതാണ് ഇപ്പം രേവതിയുടെ കാണിച്ചല്ലോ. ഇതൊക്കെ വെറും ഭക്തി മാത്രമല്ല, ഈടിപ്പേടിയും കൂടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് വേർ ദി ഹെഡ് ഈസ് ഹെൽഡ് ഹൈ, ഇങ്ങനെ ആരെയും പേടിക്കാതെ പറയാൻ പറ്റിയ പിന്നെ രാജ്യങ്ങൾ, സമൂഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരാൾ എന്നെ പരിഹസിച്ചുകൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്തതാണ്, യൂറോപ്പിനെ നന്നായി പുകഴ്ത്തണേ, കമ്മ്യൂണിസ്റ്റുകാരെ നന്നായി ചീത്ത പറയണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് എന്ന് അതിൻ്റെ ഇടയിൽ എഴുതി. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിസ്റ്റൊക്കെ അവലംബിക്കുന്നത് തന്നെയാണ്, യൂറോപ്പിനൊക്കെ പുകഴ്ത്തേണ്ടത് തന്നെയാണ്. അവിടെയൊക്കെ എല്ലാ 100% ശരിയാണെന്നും പറയുന്നില്ല. എല്ലാ പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലമില്ല. പക്ഷെ കാണേണ്ടത് നമ്മൾ കണ്ടേ പറ്റൂ. അപ്പോൾ ഈ ഞാൻ പറയില്ല, മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും അടക്കമുള്ള വിശ്വാസ പ്രസ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യം കാണിച്ചു വന്നതാണ് ഈ സമൂഹങ്ങൾ. മനുഷ്യർക്ക് യോജ്യമായ സമൂഹങ്ങളായിട്ട്, സന്തോഷമായി ജീവിക്കാൻ പറ്റിയ സമൂഹങ്ങളായിട്ട് ഇന്ന് മാറിയിരിക്കുന്നത്. അവിടെ വരുന്നുണ്ട്. അവിടെ ബിൽഡേഴ്സാണ് ഇപ്പം നെതർലാൻഡ്സിൽ കുറച്ച് സീറ്റൊക്കെ ജയിച്ചിരിക്കുന്നത്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും പ്രത്യാശ നൽകുന്ന സമൂഹങ്ങളാണ് അവിടെ, തർക്കമില്ലാത്ത കാര്യമാണ്. എൻ്റെ കാര്യം പറഞ്ഞാൽ പടിഞ്ഞാറൻ യൂറോപ്പ് പോലുള്ള സമൂഹമായിട്ട് കേരള, ഇന്ത്യ മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. ഒരു തർക്കമില്ല, അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അയ്യപ്പനടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോണില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു പോസ്റ്റ് ട്രഡീഷണൽ സൊസൈറ്റി, പാരമ്പര്യാനന്തര സമൂഹം അവിടെ ഈ യൂറോപ്പിൽ നിലവിൽ വന്നത്? കേരളത്തിൽ നമ്മൾ പൊതുവേ പറയപ്പെടുന്ന ധാരണ എന്ന് വെച്ചാൽ അതൊക്കെ കാലക്രമത്തിൽ സംഭവിച്ചു, സ്വാഭാവികമായി സംഭവിച്ചു എന്നൊക്കെയാണ്. അതായത് സമൂഹം സാമ്പത്തികമായി പുരോഗമിച്ചു. അതിൻ്റെ കാരണം എന്താണ്? അത് കൊളോണിയൽ കൊള്ള, അതും ഒരു ആയിരുന്നുണ്ട്. കൊളോണിയിൽ നിന്ന് കൊള്ള ചെയ്ത ധനമുള്ളതുകൊണ്ട് അവർ ധനികരായി. അങ്ങനെ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക നരേറ്റീവ്, ധനികരായി. അങ്ങനെ ധനികരായതുകൊണ്ട് അവർക്ക് പിന്നെ ദൈവത്തിൻ്റെ ആവശ്യമില്ല, അവരത് വലിച്ചെറിഞ്ഞു. അവർക്ക് അങ്ങനെ ക്രച്ചസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, മയക്കുന്ന കറുപ്പിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവരത് ഉപേക്ഷിച്ചു. അങ്ങനെ ഊന്നുവടികൾ, മയക്കും വരുന്നതിൽ അവർക്ക് ആവശ്യം. ഇതാണ് നമ്മൾ കേൾക്കുന്ന നരേറ്റീവ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് അനുഭവമായിട്ടുള്ള വേറൊരു സുഹൃത്ത്. എനിക്ക് കമ്മ്യൂണിസ്റ്റ് അനുഭവികളായ കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഒക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭവികളായ സുഹൃത്തുക്കളാണ്. അല്ല, കുറേ പേരുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റ് അനുഭവികളുണ്ട്. അയാൾ അയച്ച ഒരു വാട്സാപ്പ് സന്ദേശമാണ് കേട്ടോ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരു പക്ഷേ ഫോർവേഡ് ചെയ്ത് മൂപ്പര് കിട്ടിയാണെന്ന് അറിയില്ല. ഇങ്ങനെയാണ് അതിൻ്റെ തലക്കെട്ട്. പിന്നെ എന്താണ്? തലതിരിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് മൂപ്പര് പറയുന്നത്. മതമുക്തമായതുകൊണ്ടല്ല യൂറോപ്പ് ഉയർന്ന മാനവിക സൂചികയിലെത്തിയത്, ഉയർന്ന മാനവിക സൂചികയിലെത്തിയത് കൊണ്ടാണ് യൂറോപ്പ് മതമുക്തമായത്. അങ്ങനെയാണ് തുടങ്ങുന്നത്.
അവസാനത്തെ വാചകം, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടല്ല സാമ്രാജ്യത്വം അവിടെ ഇടപെടുന്നത്, സാമ്രാജ്യത്വം അവിടങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യം ഇല്ലാതെ പോകുന്നത്. ഇതാണ് അദ്ദേഹത്തിന് പറയേണ്ടത് ബേസിക്കലി. അത് പറയാനുള്ള ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ലാസ്റ്റ് പാർട്ട് കടുത്ത കമ്മ്യൂണിസ്റ്റ് പക്ഷപാതികൾ മാത്രമല്ല വേറെ ആരും ഈ കാലത്ത് അത് അംഗീകരിക്കാൻ വഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു ചരിത്രമില്ല. ജനാധിപത്യവും കമ്മ്യൂണിസ്റ്റ് ഒന്നുപോയ ചരിത്രം ലോകത്തെവിടെയില്ല, അത് ഉദ്ദേശിക്കപ്പെട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു പോയതുകൊണ്ടാണ് കമ്മ്യൂണിസം കുറച്ച് കൂടുതൽ പറയാൻ വിചാരിച്ചത്, അല്ലെ അധികം പറയാതെ വിചാരിച്ചതാണ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ അത് ഇന്ന് പിന്നെ കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുകൂലികൾ മാത്രമേ അത് അംഗീകരിക്കാൻ വഴിയുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ രണ്ടാം ഭാഗം, യൂറോപ്പ് മതമുക്തമായത് അവിടെ ഉയർന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കൊണ്ടാണ് എന്നുള്ള കാര്യം പൊതുവേ കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ തന്നെ പലരും ശരി എന്ന് കരുതുന്ന ഒരു കാര്യമാണ്. അതായത് എന്താണ് ഈ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശരാശരി വിദ്യാഭ്യാസ വർഷവും പ്രതീക്ഷിത വിദ്യാഭ്യാസ വർഷവും, ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ, അത് പ്രതീക്ഷിത ദേശീയ വരുമാനം. അപ്പോൾ ആവറേജ് എഡ്യൂക്കേഷൻ ലെവൽ, ലൈഫ് എക്സ്പെക്റ്റൻസി ബർത്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ യൂറോപ്പിൽ മതം അപ്രസക്തമായത് ആൾക്കാരുടെ വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യം ഇത് മെച്ചപ്പെട്ടു. അതുകൊണ്ടാണ് ഈ ഉയർന്ന മാനവിക സൂചികയിൽ എത്തിയത് കൊണ്ടാണ് യൂറോപ്പ് മതമുക്തമായത്. കമ്മ്യൂണിസ്റ്റുകാരുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ വ്യവസ്ഥിതി മാറാതെ മനസ്ഥിതി മാറില്ല, വ്യവസ്ഥിതി മാറിയാൽ മനസ്ഥിതി തന്നെ മാറും, അടിത്തറ മേൽക്കൂര, അങ്ങനെ സാധനം പണ്ടേയുള്ള സാധനമാണ്. ഇതന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര വാട്സാപ്പ് മെസ്സേജ് വന്നാലും അടിസ്ഥാനപരമായിട്ട് പഴയ അടിത്തറ മേൽക്കൂര സിദ്ധാന്തം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു ഇവിടെ നമ്മളിത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റായിട്ട് മാത്രമുള്ളൊരു വിശ്വാസമല്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നൊരു നിലപാടാണ്. അതായത് യുക്തിവാദി പ്രവർത്തനത്തിന് ഒരു കാര്യമില്ല, അത് തള്ളിപ്പോയി എന്ന് EMS തൊട്ട് ഇങ്ങോട്ട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പറയുന്നുണ്ട്, അതെല്ലാ കമ്മ്യൂണിസ്റ്റുകാരും വിശ്വസിക്കുന്നുണ്ട്. യുക്തിവാദ പ്രവർത്തനത്തിൽ ഒരു കാര്യമില്ല, അത് EMS സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്, അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാർ പോലും വിശ്വസിക്കുന്നൊരു കാര്യമായിട്ട് ഇത് നിലനിൽക്കുന്നുള്ളതാണ്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ യുക്തിവാദ പ്രവർത്തനം കൊണ്ട് സമൂഹത്തിൽ വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അത്തരം പ്രവർത്തനം കൊണ്ട് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, അത് പക്ഷേ നിങ്ങളുടെ ആത്മരതി എന്നതിലപ്പുറം ഗുണം സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിന് തെറ്റിദ്ധാരണ വേണ്ട എന്നൊരു വിലയിരുത്തൽ എൻ്റെ പല സുഹൃത്തുക്കളും ഏറെക്കുറെ ഇത് ശരിയാണെന്നൊരു പൊസിഷൻ എടുത്തു കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം എൻ്റെ ആത്മരതി മാത്രമാണ് എന്ന് പറയുന്ന രണ്ട് പ്രമുഖ യുക്തിവാദികളുടെ സുഹൃത്തു വലയത്തിലുണ്ട്. ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ആളെ കാണിക്കുന്നില്ല, തുപ്പി കാണിച്ച ഒരാൾ ആളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ധാരണയുണ്ട് നമ്മുടെ ഇടയിൽ. അതായത് ഇതുകൊണ്ട് അങ്ങനെ സമൂഹത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല. സമൂഹത്തിലെ കാര്യങ്ങൾ സാധനങ്ങൾ അങ്ങനെ നടന്നു പോകും. യൂറോപ്പിലൊക്കെ ഉണ്ടായ പോലെ വ്യവസ്ഥയിലേക്ക് മാറുന്ന സമയത്ത് മനസ്സിലേക്ക് മാറി ഉണ്ടാവുമായിരിക്കാം ഭാവിയിൽ. ഞാൻ പ്രവർത്തിക്കുന്നത് എന്താണ്, അത് ശരിയാണ്, എനിക്കതൊരു സന്തോഷം കിട്ടുന്നത് ഞാൻ ചെയ്തതാണ്, ആത്മരതിക്ക് വേണ്ടി ചെയ്യുന്നത്. ഇത് തെറ്റായിട്ടുള്ളൊരു വാദമാണ്, അങ്ങനെയേ അല്ല സംഗതികൾ. അത് തെറ്റായിട്ടുള്ള വാദം. ഇത് പറയേണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം എടുത്തത്. ഇത് ശരിയല്ല, ഈ ആത്മരതി വാദം പൂട്ടി വെക്കണതുള്ളത്, അതിനു വേണ്ടിയല്ല. ഇത് ഒരു സംഗതി ഉണ്ട്, ഞാൻ പണ്ട് കേട്ടൊരു കഥ, ഇപ്പോൾ ഓർത്തപ്പോൾ പറഞ്ഞാൽ, അതായത് ഒരു വലിയ ബിൽഡിങ്ങിന് പണി നടക്കുന്നിടത്ത് കല്ല് എത്തിക്കൊണ്ടിരുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ കല്ല് എത്തുകയാണ്. അയാൾ കല്ല് എത്തുകയല്ല ചെയ്യുന്നത്, അയാൾ വലിയൊരു ബിൽഡിങ് പണിയുന്നതിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. ഈ ഒരു ബോധത്തോടെ വേണം കല്ല് എത്താൻ പോലും, ഈ ഒരു ബോധത്തോടെ വേണം യുക്തിവാദ പ്രവർത്തനം നടത്തുന്നത്. ഞാനിങ്ങനെ വലിയൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത് എന്ന ബോധത്തോടെ ചെയ്യുന്നത്, അങ്ങനെ വേണം തൊഴിൽ ചെയ്യാൻ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മരതി വാദം അവസാനിപ്പിക്കുക. ഈ സമ്മേളനത്തോടെ ആത്മരതി എന്നുള്ളൊരു വാക്ക് കേൾക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ തെറ്റായ നിരീക്ഷണമാണ്. യൂറോപ്പ് നേടിയ സാമ്പത്തിക വളർച്ചയുടെ സ്വാഭാവികമായ ഒരു പാർശ്വഫലമാണ്, അനന്തരഫലം മാത്രമാണ് അവിടെയുള്ള സെക്കുലറൈസേഷൻ എന്നുള്ള ഈ അഭിപ്രായമുള്ളവർ മറന്നു പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലോങ് 19th സെഞ്ച്വറി എന്നൊരു സാധനമുണ്ട്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധം വരെയുള്ള 100-125 കൊല്ലം, അതിന് ലോങ് 19th സെഞ്ച്വറി എന്ന് പറയാം. അതാണ് ഒരു ഹേ ഡേ ഓഫ് ഫ്രീ തിങ്കിങ് എന്ന് പറയാം നമുക്ക്. ഏറ്റവും ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ഒരു പൂക്കാലം എന്ന് പറയാവുന്നൊരു കാര്യം. ആ കാലത്ത് ഈ ചാനോദയ പ്രസ്ഥാനത്തിന് ശേഷം ആ കാലത്ത് നടന്നിട്ടുള്ള സ്വതന്ത്ര ചിന്തകരുടെയും സ്വതന്ത്ര ചിന്താ സംഘടനകളുടെയും പ്രവർത്തനത്തെ കംപ്ലീറ്റ് ചരിത്രപരമായിട്ട് മറന്നുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് വിശദമായിട്ട് ആ ചരിത്രം പറയാനുള്ള സമയമില്ല, ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. ഇത് ജർമ്മനിയിലെ ഗൊട്ടിങ്ങൻ സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായ കരോളിൻ കൗഷ് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് ഫ്രീ തിങ്കേഴ്സ് ഇൻ യൂറോപ്പ്, നാഷണൽ ആൻഡ് ട്രാൻസ്നാഷണൽ സെക്യുലാരിറ്റീസ് 1789 to 1920s എന്നാണ്. ആ ഒരു കാലത്ത് ലോങ് 19th സെഞ്ച്വറി
പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായ സ്വതന്ത്രചിന്താധാരകളെക്കുറിച്ചിട്ടും സ്വതന്ത്രചിന്തയെക്കുറിച്ചുള്ള പല ലേഖനങ്ങൾ പല ഓതേഴ്സിൻ്റെ അതിലുണ്ട്. പല ചാപ്റ്റർ ഓരോളം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വികസനത്തിൻ്റെയും മതമുക്തിയുടെയും കാര്യത്തിൽ ഏറെക്കുറെ മുന്നിൽ നിൽക്കുന്ന സ്വീഡൻ്റെ കാര്യം പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു പോവാം. ആ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നൊരു കാര്യം ഇതാണ്, ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. 19ാം നൂറ്റാണ്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രതാപകാലം, ഹേ ഡേ ഓഫ് 19th century ഫ്രീ തോട്ട്, ആ കാലത്ത് മതമുക്തിയെ ഉയർത്തിപ്പിടിക്കുന്ന വ്യത്യസ്ത ധാരകൾ സ്വീഡനിൽ നിലനിന്നിരുന്നു. സമകാലിക സ്വീഡൻ്റെ മതമുക്തിയുടെയും മതമുക്ത സ്വത്വത്തിൻ്റെയും നിർണായകമായ ചരിത്ര പശ്ചാത്തലം ഇതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എ ഡിസിസീവ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ സെക്യുലാരിറ്റി ആൻഡ് സെക്യുലർ ഐഡൻറ്റിറ്റി ഓഫ് സ്വീഡൻ അപ് ടു അവർ കണ്ടംപററി ഏജ്. ഈ ഹേ ഡേ ഓഫ് ഫ്രീ തിങ്കിങ് ആ കാലത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ചരിത്രപരമായ അടിത്തറ എന്നാണ് ഇന്ന് ചരിത്രകാരന്മാർ അതിന് നിരീക്ഷിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് യാൽമർ ബ്രാൻഡിക് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. 1860 മുതൽ 1925 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. സ്വീഡിഷ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്നു, സോഷ്യലിസ്റ്റാണ് അദ്ദേഹം. നമ്മുടെ രീതി ഇവിടെ നമ്മുടെ കേരള രീതി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. അപ്പോൾ കെറൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അവിടെ ഈ കെറൻസ്കി ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചിട്ട് ലെനിൻ നടത്തിയ അധികാര കവർച്ച, ഒക്ടോബർ വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്, മഹത്തായ ഒക്ടോബർ വിപ്ലവം എന്നൊക്കെ പറയും. ആ ജനാധിപത്യ ധ്വംസനത്തെ, ജനാധിപത്യ വധത്തെ അപലപിച്ച ഒരു നേതാവ് കൂടിയാണ് ബ്രാൻഡിക്. സോഷ്യലിസ്റ്റാണ്. 3 തവണ സ്വീഡൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആളാണ്. അദ്ദേഹം മരിച്ചു തന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സ്ഥാനത്തിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത് 1925. 1921 സമാധാനത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് പിന്നെ 1932 മുതൽ 1976 വരെ തുടർച്ചയായിട്ട് 44 വർഷം സ്വീഡൻ്റെ ഭരണം നടത്തുന്നത്. ഈ ആൽമർ ബ്രാൻഡിക് ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. ഇത് പറഞ്ഞത് എ കൺവിൻസ്ഡ് ഫ്രീ തിങ്കർ ആൻഡ് മെറ്റീരിയലിസ്റ്റ് എന്നാണ് ആ പുസ്തകത്തിനുള്ള കൊട്ടേഷനാണ് എടുത്തത്. ഉറച്ച സ്വതന്ത്ര ചിന്തകനും. അപ്പോൾ ഈ ചർച്ച് സ്റ്റേറ്റ് സെപ്പറേഷൻ, ഭരണകൂടവും മതവും തമ്മിലുള്ള വേർതിരിവ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന അസോസിയേഷൻ ഫോർ ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യ സംഘം എന്ന സംഘടനയുടെ സ്ഥാപക അംഗമായിരുന്നു. അതിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്ത് ദൈവനിന്ന, ബ്ലാസ്ഫമി കുറ്റമാണ് യൂറോപ്പിൽ. 1889 ഇദ്ദേഹത്തിന് 3 മാസം ജയിലിലടക്കുന്നുണ്ട് ദൈവനിന്ന കുറ്റം ചോദ്യം. പിന്നെ സ്വീഡൻ്റെ പ്രധാനമന്ത്രിയായ ആളാണ്. ഇദ്ദേഹത്തിന് 3 മാസം ദൈവനിന്ന കുറ്റം ചുമത്തി ജയിലിലടക്കുന്നുണ്ട് സ്വീഡനിൽ. അപ്പോൾ സ്വതന്ത്രചിന്താ പ്രവർത്തനത്തിൻ്റെ പേരിൽ അതാണ് വെൻ ടു ജയിൽ ഫോർ ഹിസ് ഫ്രീ തോട്ട് ആക്ടിവിറ്റി. അങ്ങനെയുള്ളൊരു ഫ്രീ തിങ്കറാണ് പിന്നീട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുന്നത്. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഈ സെക്കുലറൈസേഷൻ്റെ പിന്നിലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് 3 മാസം കിട്ടിയപ്പോൾ 14 മാസം ദൈവനിന്നൊക്കെ ശിക്ഷ ജയിലിൽ കിടന്ന ഒരു വ്യക്തിയാണ് ഈ വിക്ടർ ലെൻസ്ട്രാൻഡ്. അദ്ദേഹത്തിൻ്റെ സമകാലികനാണ്. 7 തവണ ആയിട്ട് 14 മാസം ജയിലിൽ കഴിഞ്ഞു. അത് എത്ര കാലം കൊണ്ട്? 34 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 34 വയസ്സിനിടയിൽ 14 മാസം ദൈവനിന്ദാ കുറ്റത്തിന് ജയിലിലടച്ച വേറൊരു ഫ്രീ തിങ്കറാണ് ലെൻസ്ട്രാൻഡ്. 1861 മുതൽ 1895 വരെയാണ് ലെൻസ്ട്രാൻഡിൻ്റെ ജീവിതകാലം. അദ്ദേഹം 1888 യൂട്ടിലിസ്റ്റ് സൊസൈറ്റി എന്നൊരു സംഘടന സ്ഥാപിക്കുന്നുണ്ട്. ആ സംഘടനയുടെ മുഖപത്രത്തിൻ്റെ പേര് ദ ഫ്രീ തിങ്കർ എന്നാണ്. ഫ്രീ തിങ്കർ. പ്രജാധിപത്യം, പ്രായപൂർത്തി, വോട്ടവകാശം ഇങ്ങനെയുള്ള പുരോഗമന ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് നിലക്കൊണ്ട ഒരു പത്രമാണത്. 891 എഴുതിയൊരു ലേഖനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: രാജാക്കന്മാരിൽ ദൈവികമായോ ഭൗതികാതീതമായോ ഒന്നുമില്ല. തങ്ങളുടെ രാജകുടുംബാംഗങ്ങളുടെ രക്തത്തിൻ്റെ നിറം നീലയാണ് എന്ന് ഫ്രഞ്ചുകാർ പണ്ട് വിശ്വസിച്ചിരുന്നു. ഒരൊറ്റ രാജാവിൻ്റെയും രക്തം നീലയല്ല എന്ന് നമുക്കിന്നറിയാം. അവർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർ മാത്രമാണ്. ഭരണകൂടം എന്നത് മനുഷ്യരുടെ ഒരു സംഘടന മാത്രമാണ്. ഇതൊക്കെ പറയുന്നുകൊണ്ടാണ് ആൾക്കാർ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളിത് ഇന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ ഈ പറയാനുള്ളതെന്ന്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, അത് 1891 പറഞ്ഞാണ്. 132 കൊല്ലം കഴിഞ്ഞു. എന്നിട്ടും തിരുവനന്തപുരത്തെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും എന്തോ ഒരു വലിയ വൈശിഷ്ട്യമുള്ള ആൾക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനമാക്കിയ 136 കൊല്ലം മുമ്പ് ഇവിടെ പറഞ്ഞ് തീരുമാനമാക്കിയിട്ടുണ്ട്. നമ്മളിന്നും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ട്. അതിന് ഞാൻ പറഞ്ഞ വേറൊരു പോയിൻ്റാണ്, ഒരു സമൂഹത്തിലൊരു പുരോഗതി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു വിപ്ലവം നടക്കണമെങ്കിൽ ആ സമൂഹത്തിൽ എൻലൈറ്റൻമെൻറ്റ്, ജ്ഞാനോദയം വഴിയുള്ള തയ്യാറെടുപ്പ് നടക്കേണ്ടതാണ്. പ്രിപ്പയർഡ് ബൈ എൻലൈറ്റൻമെൻറ്റ് ബൈ ചേഞ്ചിങ് പീപ്പിൾസ് മൈൻഡ്സ്. ഇത് ലെൻസ്ലാൻഡ് പറഞ്ഞ കാര്യമാണ്. മനുഷ്യരുടെ ചിന്താരീതി ആദ്യം മാറേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. എന്തൊരു പരിഷ്കരണം നടന്നാലും ചിന്താരീതി ആദ്യം മാറേണ്ടതുണ്ട്.
അപ്പോൾ അദ്ദേഹം ചരിത്രപരമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഫ്രഞ്ച് വിപ്ലവം എന്തുകൊണ്ട് വിജയിച്ചു? അതിനു മുമ്പ് അവിടെ എൻലൈറ്റൻമെൻറ്റ് നടന്നിട്ടുണ്ട്. സ്പാനിഷ് വിപ്ലവം എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അവിടെ പൊതുബോധത്തിന് മുകളിൽ പുരോഹിതന്മാർക്ക്, മതപുരോഹിതന്മാർക്ക് മേധാവിത്വം ഉണ്ടായിരുന്നു. ജനങ്ങളെ ഉത്ബുദ്ധരാക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പുരോഹിതന്മാർക്ക് സാധിച്ചു. അതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അതുപോലെ തന്നെ ലെൻസ്ലാൻഡ് പറഞ്ഞ വേറൊരു കാര്യമാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലെയിം ഇതാണ്: അത്യാവശ്യമായ ഈ സാമൂഹിക തയ്യാറെടുപ്പ് നടക്കാൻ ഞങ്ങൾ തയ്യാറെടുപ്പ് ആണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഭാവിയിലേക്കുള്ള കവാടത്തിന് മുൻപിൽ തടസ്സമായി നിൽക്കുന്ന ക്രിസ്തു മതത്തെ ആക്രമിക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ്. വി അറ്റാക്ക് ദ ക്രിസ്ത്യൻ റിലീജിയൻ വിച്ച് ഇസ് ദ ബൗൾഡർ ദാറ്റ് ഈസ് ബ്ലോക്കിംഗ് ദി ഗേറ്റ് ടു ഫ്യൂച്ചർ എന്നാണ് ലെൻസ്ലാൻഡ് പറയുന്നത്. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ ഇന്നിവിടെ രാവിലെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റർ ഓർത്ത്. ഇതിപ്പോൾ കാണാനില്ല, ആൾ പോയി. പിന്നെ വളരെ ദീർഘകാല സുഹൃത്താണ്, അറിയപ്പെടുന്ന സ്വാതന്ത്ര്യദേവനാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ഒരു പോസ്റ്ററാണിത്. ഇത് ഒറ്റ നോട്ടത്തിൽ വളരെ ശരിയാണെന്ന് തോന്നും. എതിർപ്പ് ദൈവത്തോടല്ല വിശ്വാസികളോടുമല്ല, വിശ്വാസികളെയും ദൈവത്തെയും മറയാക്കി തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ട നിറവേറ്റാൻ ശ്രമിക്കുന്ന ജീവികളോടാണ് എതിർപ്പ്. ഒറ്റ നോട്ടത്തിൽ അത് കുഴപ്പമില്ല, ശരിയാണല്ലോ, നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നും. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. വിശ്വാസികൾക്കെതിരല്ല, തീർച്ചയായും വിശ്വാസികൾക്കെതിരല്ല. പക്ഷേ അതായത് നമ്മളിപ്പോൾ ഈ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെയുള്ള സമൂഹത്തിലെ വ്യക്തികളുടെ ചിന്താരീതി പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തിനെതിരെ തന്നെയാണ്, അതിലൊരു തർക്കമില്ല. ദൈവത്തിനെതിരെ തന്നെയാണ്, ഒരു തർക്കമില്ല. ദൈവത്തിനെതിരായിട്ട് തന്നെ പറ്റൂ. ഇതാരും ഈ അധികാര രാഷ്ട്രീയക്കാരുടെ ഒരു പ്രശ്നമാണ്. അവർക്ക് അങ്ങനെ ദൈവത്തിനെ എതിർക്കാൻ പറ്റില്ല, മതത്തിനെ എതിർക്കാൻ പറ്റില്ല. ദൈവത്തിനെ എതിർക്കണം, മതത്തിനെ എതിർക്കണം, അതിനാണ് നമ്മുടെ ജോലി. നമുക്ക് ഈ കക്ഷി രാഷ്ട്രീയ അധികാര രാഷ്ട്രീയ ഭാരങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് ചെയ്യൽ തന്നെ നമ്മുടെ ജോലി. അപ്പോൾ ഇവരുടെ ഈ അധികാര രാഷ്ട്രീയക്കാരുടെ കക്ഷി രാഷ്ട്രീയക്കാരുടെ നിലപാടുകൾ അതേപോലെ ആവർത്തിക്കേണ്ട യാതൊരു ബാധ്യതയും നമുക്കില്ല. ഇവിടെ ഇപ്പോൾ ചോദിച്ചു, ഈ സമയത്ത് അതിനകത്ത് ഇസ്ലാമിക വിമർശനം നടത്താവോ? നടത്താം. എന്താ, നമ്മുടെ ജോലി അതല്ലേ. ഈ സമയത്ത് ഗാന്ധിയെ വിമർശിക്കാവോ? വിമർശിക്കാം. ഇപ്പോൾ ശ്യാം വന്നിട്ട് ഗാന്ധിയെ വിമർശിച്ചു, മാഷിനെ മുഹമ്മദിനെ വിമർശിക്കാൻ പോകുന്നു, ഇതൊക്കെ നടക്കും. നമ്മുടെ ജോലി അത് തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഏത് സന്ദർഭത്തിലാണെങ്കിലും ആശയപരമായ വിമർശനങ്ങൾ മതത്തിനെതിരെ നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും, അതിൽ തർക്കമില്ല. കാരണം അങ്ങനെ ഒരു അടവ് നയം വെച്ച് നടത്തേണ്ട ഒരു കാര്യമല്ല യുക്തിവാദ നയം വിചാരിക്കുന്നത്. അത് എല്ലാ സമയവും വിമർശിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. അപ്പോൾ സ്വീഡൻ്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ കാര്യം എന്ന് വെച്ചാൽ ബാക്കി ഇപ്പോൾ ബ്രിട്ടനിലെ ആൾക്കാരൊക്കെ നമ്മൾ പേരെന്നെ കേട്ടിട്ടുണ്ടാവും. നമുക്ക് പരിചിതമില്ലാത്തൊരു ചരിത്രം ഞാൻ എടുത്ത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധരായിട്ടുള്ള ഈ ബ്രിട്ടീഷ് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒന്നിപ്പോൾ ഈ സെക്കുലറിസം എന്ന വാക്കിന് രൂപം കൊടുത്തിട്ടുള്ള ജോർജ് ഹോളിയോക്ക്, അങ്ങനെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സംബന്ധിച്ചിട്ട് MP സ്ഥാനം നഷ്ടപ്പെട്ട് വീണ്ടും റീഎലക്ട് ചെയ്യപ്പെട്ടുള്ള ചാൾസ് ബ്രാഡ്ല, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇന്ദുലേഖ 18-ാം അധ്യായത്തിൽ പറഞ്ഞാണ് അതിബുദ്ധിമാനായ ചാർലസ് ബ്രാഡ്ല എന്ന സായിബ് എന്ന് പറയുന്നുണ്ട്. ആ കാലത്ത് എഴുതിയാണ്, 1890 എഴുതുന്ന ഈ ചാൾസ് ബ്രാഡ്ലാൻ്റെ കാലത്ത് എഴുതിയാണ്. അതിൽ 18-ാം നൂറ്റാണ്ടിൽ കാണാതെ പോയ ആളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന 2-3 ആൾക്കാരുണ്ട്. ഇന്ദുലേഖയിൽ ഈ മാധവൻ രാജ്യസഞ്ചാരം ചെയ്യാണല്ലോ, അപ്പോൾ അയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ആൾക്കാർ, ഗോവിന്ദൻകുട്ടി മേനോൻ, പിന്നെ വേറെ ഇയാളുടെ അച്ഛനെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് രാത്രി സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ തോൽപ്പെട്ടിയിൽ അതിബുദ്ധിമാനായ ചാർലസ് ബ്രാഡ്ല എന്ന സായിബ് എഴുതിയ പുസ്തകമുണ്ട്, അത് എടുത്തുകൊണ്ടിരാന്ന് പറയാണ്. ഈ യാത്രയിൽ പോലും ചാൾസ് ബ്രാഡ്ലൻ്റെ പുസ്തകം കൊണ്ടാണ് ഈ നിരീശ്വരവാദി പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ നിരീശ്വരവാദത്തിനെ കുറിച്ച് വലിയ ഒരു ഡിസ്കഷൻ അതിൽ വരുന്നുണ്ട്. പറയുന്നത് ആ കാലത്തിൽ അത്രയധികം തലശ്ശേരിയിലുള്ള ഒരു മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഒയ്യാരത്ത് ചന്തുമേനനെ പോലും സ്വാധീനിക്കാവുന്ന സ്വാധീനം അന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ബ്രിട്ടനിൽ മാത്രമല്ല, ബ്രിട്ടൻ്റെ കോളനികളിൽ ഇങ്ങനെയൊക്കെയാണ് ആ 19 ഉണ്ടായിട്ടുള്ളതെന്ന് പറയും. ഈ ചരിത്രമൊക്കെ നമ്മൾ മറന്നുകൊണ്ട് ഇതെന്തോ കാലം മാറിയപ്പോൾ ഉണ്ടായിപ്പോയി എന്ന് വിചാരിക്കരുത്. ഒരു കൗതുകം തോന്നിയിട്ട് ഒരു ചരിത്ര വസ്തുത കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ചരിത്ര വിവരണം അവസാനിപ്പിക്കാം. 1869 അന്നത്തെ മാർപ്പാപ്പ അദ്ദേഹം പയസ് 9 കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരെ ഒരു ആലോചനാ യോഗത്തിനെ വിളിക്കാനുണ്ട്. അതാണ് ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിലാണ് പേര്. അത് 1869 സെപ്റ്റംബർ 6 മുതൽ 1870 സെപ്റ്റംബർ 20 വരെയാണ്. എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ ആ കാലത്ത് ശക്തി പ്രാപിച്ച ഈ ബ്രാഡ്ലാനെ പോലുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ റാഷണലിസം, ലിബറലിസം, മെറ്റീരിയലിസം ഇതിൻ്റെ സ്വാധീനത്തെ എങ്ങനെ നേരിടാം എന്നാണ് അന്നത്തെ ആലോചന. അതാണ് ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിൽ. ഈ പുതുതായിട്ട് വരുന്ന യുക്തിവാദത്തിനൊക്കെ എങ്ങനെ നേരിടാം എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത്. അപ്പോൾ ഈ കൗൺസിലിനെതിരെ ഒരു ആൻറ്റി കൗൺസിൽ ഉണ്ടാവുന്നില്ല ആ കാലത്ത്. ആൻറ്റി കൗൺസിൽ അത് ഗ്വിസപ്പെ റിക്കിയാർഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ സ്വതന്ത്രചിന്തകനാണ്, ജനാധിപത്യവാദിയാണ്.
അയാളുടെ നേതൃത്വത്തിലാണ് ഈ ഒന്നാം വത്തിക്കാൻ കൗൺസിൽ തുടങ്ങുന്ന അതേ ദിവസം തന്നെ 1869 ഡിസംബർ 6 നേപ്പിൾസ് നഗരത്തിൽ ഒരു ആൻറ്റി കൗൺസിൽ ആരംഭിച്ചു. ഈ പയസ് 9-ാമൻ മാർപ്പാപ്പയുടെ ഫസ്റ്റ് വത്തിക്കാൻ കൗൺസിലിൽ അർഹതയുള്ള ബിഷപ്പുമാർ 1050 പേരാണ്. അതിൽ 700 പേര് പങ്കെടുത്തു എന്നാണ് പറയുന്നത്. ഈ ആൻറ്റി കൗൺസിൽ പങ്കെടുത്ത എത്രയാണെന്നറിയോ? 55,000 ആൾക്കാരാണ്. 55,000 ആൾക്കാരുള്ള ഒരു സ്വതന്ത്ര ഇന്ത്യ സമ്മേളനം 1869 നടക്കുകയാണ്. പക്ഷെ ഒറ്റ നടന്നുള്ളൂ കേട്ടോ. 2-ാം ദിവസം പോലീസുകാർ ഇടപെട്ട് സമ്മേളനം പിരിച്ചുവിട്ടു, പൂട്ടിച്ചു. അപ്പോൾ ഒരു അന്താരാഷ്ട്ര സ്വതന്ത്ര ഇന്ത്യ സംഘടന രൂപപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ മീറ്റിംഗ് വിളിച്ചത്. പക്ഷേ ആശയം പൊളിഞ്ഞു പോയി. 2-ാം ദിവസം ഇത് പിരിച്ചുവിട്ടതുണ്ട്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അത് നടക്കില്ലായിരുന്നു എന്നാണ് ഈ അധ്യായം എഴുതിയുള്ള ചരിത്രം. ഇതൊക്കെ ഞാൻ ആ പുസ്തകത്തിനാണ് പറയുന്നത് കേട്ടോ. ആ ചരിത്ര ഗവേഷകന്മാർ പറയുന്നത്. കാരണം സംഘടനയുടെ ഊന്നൽ എന്തായിരിക്കണം എന്ന അടിസ്ഥാന പ്രശ്നത്തിൽ അഭിപ്രായ ഐക്യം പ്രതിനിധികൾക്കിടയിൽ ഉണ്ടായില്ല. അത് സ്വാഭാവികമാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, എന്തിനാണ് ഈ കാര്യമൊക്കെ പറയുന്നത്? അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നതാണ്. എന്തിനാണ് പറയുന്നത് വെച്ചാൽ ഇതാണ്. ഈ യുക്തിവാദം എങ്ങനെയാണ് യൂറോപ്പ് മതമുക്തമായത്, മതേതരമായത്? അത് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആൾക്കാർ പോലും ഇതൊക്കെ സ്വാഭാവികമായി സാമ്പത്തികമായ മാറ്റങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് പറയുന്നതുകൊണ്ട് അതൊക്കെ ശരിയാണല്ലോ എന്ന് നമ്മളെ ചില തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ നടന്നത് വളരെ ഉശരന്മാരായിട്ടുള്ള, തലക്ക് നല്ല വെളിവുള്ള ഒരുപാട് സ്വതന്ത്ര ഇന്ത്യമാരും സ്വതന്ത്ര ഇന്ത്യ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ പലരും അവിടെ ഭരണനേതൃത്വത്തിൽ പിന്നെ എത്തിയിട്ടുണ്ട്. 55,000 പേരെ വിളിച്ചൊരു ആൻറ്റി കൗൺസിൽ സംഘടിപ്പിച്ച ചരിത്രം വരെ അവിടെ ഉണ്ട്. അതിനൊക്കെ ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന താരതമ്യേന മതമുക്തമായ യൂറോപ്പ് ഉണ്ടായിട്ട് വന്നത് എന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ചരിത്രം പറഞ്ഞത്. അപ്പോൾ ചരിത്ര വിവരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സമീപകാല ഒരു ഗവേഷണ പ്രബന്ധത്തിലേക്ക്, ഒരു ജേണൽ പേപ്പറിലേക്കാണ് നമുക്ക് കിടക്കാനുള്ളത്. കുറച്ച് ബോറിംഗ് ആയിരിക്കും ഇത്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് വന്നിട്ടുള്ളത് വളരെ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള സയൻസ് ജേണൽ ഗ്രൂപ്പിൻ്റെ സയൻസ് അഡ്വാൻസസ് എന്ന ജേണലിലാണ്. 2018 ജൂലൈയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റൾ സർവകലാശാലയിലെ പോപ്പുലേഷൻ ഹെൽത്ത് സയൻസ് വിഭാഗത്തിലെ 2 ഗവേഷകർ, ഡാമിയൻ ജെ റക്ക്, പിന്നെ ഡാനിയൽ ജെ ലോസൺ, അതുപോലെ തന്നെ USA യൂണിവേഴ്സിറ്റി ഓഫ് ടെന്നസിയിലെ ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗവേഷകനായിട്ടുള്ള അലക്സാണ്ടർ ബെൻറ്റ്ലി. അങ്ങനെ 3 പേരാണ് ഇതിൻ്റെ ഓതേഴ്സ്. ഇതിൻ്റെ തലക്കെട്ട് റിലീജിയസ് ചേഞ്ചസ് പ്രീസീഡഡ് എക്കണോമിക് ചേഞ്ച് ഇൻ ദ 20th century എന്നാണ്. ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്ത വളരെ ക്ലിയർ ആയിട്ടുള്ള തലക്കെട്ടാണ്. 20-ാം നൂറ്റാണ്ടിൽ മതപരമായ മാറ്റങ്ങൾ ഉണ്ടായത് സാമ്പത്തിക മാറ്റങ്ങൾക്ക് മുൻപാണ് എന്ന് തെളിയിക്കുന്ന ഒരു പേപ്പറാണ്. അതാണ് തലക്കെട്ട്. അങ്ങനെ തന്നെ യാതൊരു അർത്ഥശങ്കക്കും ഇനി അവിടെ ഇടയില്ല. പേപ്പറിൻ്റെ അബ്സ്ട്രാക്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ വാചകം ഇതാണ്: The decline in the everyday importance of religion with economic development is a well-known correlation. But which phenomenon comes first? ആദ്യം ഉണ്ടാകുന്നത് ഏതാണ്? സാമ്പത്തിക വളർച്ച നേടിയ സമൂഹങ്ങളിൽ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൽ മതത്തിനുള്ള പ്രാധാന്യം കുറഞ്ഞിരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട്. ഈ 2 പ്രതിഭാസങ്ങളിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? ഈ വിഷയമാണ് ഈ ഗവേഷകന്മാർ അന്വേഷിക്കുന്നത്. അതിൽ പറയുന്ന 2ാമത്തെ വാചകം എടുത്തു വെച്ചിട്ടുണ്ട്. അവർ കണ്ടെത്തി എന്താണെന്ന് ഒരു അബ്സ്ട്രാക്റ്റിൽ പറയുന്ന വാചകം ഇതാണ്: We find evidence that a rise in secularization generally has preceded economic growth over the past century. കഴിഞ്ഞ നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിലെ കാര്യം പറയുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ പൊതുവെ മതവിമുക്തിയിലുള്ള പുരോഗതിയാണ് സാമ്പത്തിക വളർച്ചയേക്കാൾ നേരത്തെ സംഭവിച്ചത് എന്നതിനുള്ള തെളിവാണ് ഞങ്ങൾ കണ്ടെത്തിയത്. ഇതാണ് ആ ഗവേഷണ ഫലം. ഇത്രയും പറഞ്ഞിരിക്കുവാണെങ്കിൽ അവസാനിപ്പിക്കാം. പക്ഷേ പിന്നെ നേരത്തെ എന്താണ് നമ്മുടെ ശ്യാം പറഞ്ഞ പോലെ പ്രമാണങ്ങളില്ലാതെ സംസാരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി ഭാഗം ഒന്ന് ആ പേപ്പറിലൂടെ ഒന്ന് കടന്നു പോവാം. ആ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്താം. പക്ഷേ അതിലിപ്പോൾ ആദ്യം ഒന്ന് പറയാനുള്ളത്, ഞാൻ ഈ പഠനത്തെക്കുറിച്ച് ഞാൻ പറയുന്ന വാക്കുകൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പഠനത്തിനെക്കുറിച്ചൊരു അഭിപ്രായം പറയരുത്. ഇത് ആ രീതിയിൽ ശരിയല്ല, ഈ രീതിയിൽ ശരിയാണ് എന്നൊന്നും പറയരുത്. നിങ്ങൾക്ക് ഈ പേപ്പറിനെ കുറിച്ച് വല്ലതും പറയണമെങ്കിൽ ഞാൻ പറഞ്ഞതല്ല കേൾക്കേണ്ടത്. ആ പേപ്പർ തന്നെ വായിച്ച് നോക്കണം. അത് ഫ്രീ ടെക്സ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ് നെറ്റിൽ. ഈ തലക്കെട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് ഈ സാമ്പത്തിക പുരോഗതി ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായി സെക്കുലറൈസേഷൻ ഉണ്ടായി എന്നൊരു കെട്ടുകഥയാണ്. ഈ ചില പ്രത്യയശാസ്ത്ര വിശ്വാസങ്ങൾ ഊട്ടിയുറപ്പിച്ച ആഖ്യാനം മാത്രമാണ് എന്ന് നമുക്ക് ഈ പേപ്പർ വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ഈ പേപ്പറിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന പരാമർശങ്ങൾ വരുന്ന ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളീ പറഞ്ഞ തീമിൻ്റെ വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം.
ഈ പേപ്പറിൻ്റെ ആദ്യ ഖണ്ഡിയിൽ പറഞ്ഞ കാര്യം ഇതാണ്: ഒരു സമൂഹത്തിൽ മതനിഷ്ഠ കുറയുക, അതായത് സമൂഹം മതവിമുക്തമാവുക എന്നതിൻ്റെ കാരണം സാമ്പത്തിക പുരോഗതിയാണോ എന്നത് സോഷ്യോളജിയിൽ ഒരു ക്ലാസിക് അന്വേഷണ വിഷയമാണ്. Whether the decline of religious activity or secularization has been caused by economic development എന്നുള്ളത് ഇസ് എ ക്ലാസിക് സോഷ്യോളജിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. ഇത് ആദ്യകാല സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള എമിൽ ഡുക്കൈമിനും മാക്സ് വെബറിനും ഈ കാര്യത്തിൽ പരസ്പരം വിപരീതമായ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുന്നതാണ്. പൊതുവെ അതീവ മതനിഷ്ഠ പുലരുന്ന സമൂഹങ്ങൾ ദരിദ്രമായാണ് കാണപ്പെടുന്നത്. സാമ്പത്തികമായി വികസിച്ച സമൂഹങ്ങളിൽ പൊതുവെ മതരാഹിത്യവും കാണുന്നു. പക്ഷേ ഈ സമൂഹങ്ങളിൽ ഈ ഏതാണ് ആദ്യം നടക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല. ഈ രണ്ട് ഘടകങ്ങളും തമ്മിലുള്ള പൂർവാപര ബന്ധം, ആദ്യം സംഭവിച്ചത് എന്താണ് എന്ന കാര്യം കണ്ടെത്താനാണ് ഈ ഗവേഷകർ ശ്രമിക്കുന്നത്. ഈ വിവിധ രാജ്യങ്ങളിൽ 20ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള സാമ്പത്തിക വികസനം സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള ഡാറ്റ അവർ ഉപയോഗിച്ചു. സാമ്പത്തിക വികസനം സംബന്ധിച്ച് ഡാറ്റ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കൾച്ചറൽ വാല്യൂസ് സർവേയിലെ ഡാറ്റ ഉപയോഗിച്ചിട്ട് സെക്കുലറൈസേഷൻ്റെ ഒരു മാനദണ്ഡം അവർ രൂപപ്പെടുത്തി. പിന്നീട് ടൈം ലാഗ് റിഗ്രഷൻ എന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിച്ചിട്ട് 100 വർഷത്തിനിടയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് എന്നവർ കണ്ടെത്തി. ഇതാണ് ചെയ്തത്. ഓക്കെ, ഈ രീതി ഉപയോഗിച്ചാൽ ഇന്നത് കാരണം ആണ് ഇന്നത് സംഭവിച്ചത് എന്ന അവകാശവാദത്തെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഇവർ പറഞ്ഞ വാദം അതാണ്: സീരീസ് വൈയിൽ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പാണ് സീരീസ് എക്സിൽ മാറ്റങ്ങൾ വരുന്നത് എന്ന് കാണുന്നെങ്കിൽ വൈ അല്ല എക്സിന് കാരണമാവുന്നത് എന്ന് ഉറപ്പിച്ച് പറയാം. വൈ അല്ല കാരണമാവുന്നത്, സാമ്പത്തിക മുന്നേറ്റം അല്ല കാരണമാവുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷേ എക്സ് കാരണമാണ് വൈ ഉണ്ടാകുന്നത്. റിലീജിയസ് ആയ മാറ്റം കൊണ്ടാണ്, മതമുക്തി കൊണ്ടാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടായത്, അത് പറയാൻ പറ്റില്ല. നമുക്കങ്ങനെ അവകാശവാദം ഇല്ലേനു കേട്ടോ, അങ്ങനെ അവകാശവാദം ഇല്ല. പക്ഷേ സാമ്പത്തിക പുരോഗതി കൊണ്ടാണ് മതമുക്തി ഉണ്ടായത്, അങ്ങനെ അവകാശവാദം അവിടെ ഉണ്ട്. അതിനെ പരിശോധിക്കാൻ ഈ മെത്തേഡ് വെച്ചിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സാംസ്കാരിക മൂല്യങ്ങളുടെ മാനദണ്ഡം രൂപപ്പെടുത്താനായിട്ട് അവർ ആശ്രയിച്ചിരിക്കുന്നത് 1990 മുതലുള്ള യൂറോപ്യൻ വാല്യൂസ് സർവേ EVS, അതുപോലെ തന്നെ വേൾഡ് വാല്യൂസ് സർവേ WVS, അങ്ങനെ 2 സർവേകളുടെ ഡാറ്റയാണ്. രണ്ടിൻ്റെയും ഡാറ്റ കമ്പൈൻ ചെയ്തിട്ട് WEVS എന്നാണ് പേപ്പറിൽ പരാമർശിക്കുന്നത്. 20ാം നൂറ്റാണ്ടിലെ എല്ലാ ദശകങ്ങളിലും നിന്നുള്ള വാല്യൂസ് എങ്ങനെ കിട്ടി അത് അറിയണമല്ലോ. കാരണം 90ലാണ് ഈ സർവേ നടക്കുന്നത്. 90-ന് ശേഷം 5 തവണ സർവേ നടക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് ആൾക്കാർ ജനിച്ച വർഷം വെച്ചിട്ട് ബർത്ത് കൊഹർട്ടുകൾ ഉണ്ടാക്കി. അപ്പോൾ നമുക്കറിയാം 1900-ൽ ജനിച്ച ആൾക്കാർ, 1910-ൽ ജനിച്ച 1910, 1920 ഈ ഡിക്കേഡിൽ ജനിച്ച ആൾക്കാരുടെ മതബോധം എങ്ങനെയിരിക്കുന്നു, ആ കാലത്ത് സാമ്പത്തികം എങ്ങനെയിരിക്കുന്നു, അങ്ങനെ പരിശോധിക്കാൻ പറ്റും. അതിനാണ് ബർത്ത് കൊഹർട്ടുകൾ ഉപയോഗിക്കുന്നത്. ഈ സാമ്പത്തിക വികസനം കണക്കാക്കുന്നത് GDP ഡാറ്റ വെച്ചിട്ടാണ്. കാരണം HDI ഉപയോഗിക്കാതിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ GDP ഡാറ്റയാണ് കൃത്യമായിട്ട് എല്ലാ ദശകങ്ങളിലും ലഭ്യമായിട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഈ മതമുക്തിയുടെ മാനദണ്ഡം മെഷർ ഓഫ് സെക്കുലറൈസേഷൻ S എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നവർ. ഈ 2 സർവേകളിൽ ജീവിതത്തിൽ മതത്തിലുള്ള പ്രാധാന്യം, സ്വാധീനം സംബന്ധിച്ച് ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആശ്രയിച്ചിട്ടാണ് മെഷർ ഓഫ് സെക്കുലറൈസേഷൻ കണക്കാക്കിയിട്ടുള്ളത്. ഈ ഗ്രാഫ് അവിടെ കാണാം. ഈ ഗ്രാഫിൽ X ആക്സിസിലുള്ളത് ഈ ജനിച്ച ദശകമാണ്, Y ആക്സിസിലുള്ളത് ആ ബർത്ത് കൊഹോർട്ടിൽപ്പെട്ട ആൾക്കാരുടെ സെക്കുലറൈസേഷൻ സ്കോറാണ്. ഇതാ, ഇത് സെക്കുലറൈസേഷൻ അക്രോസ് ബർത്ത് ഡിക്കേഡ് എന്നാണ്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ബ്രിട്ടനിലൊക്കെ കാണുന്നത് എന്താണ്, ഓരോ സർവേയിലും അത് എന്താ ഒരു 3 വരെ 4 വരെ 5 വരെ കാണാം. കാരണം അതെന്താ വെച്ചാൽ 5 തവണ ഈ സർവേ നടന്നിട്ടുണ്ട്. അപ്പോൾ 5 സർവേകളുടെയും ഫലമാണ്. ചിലത് 3 നിലപ്പെടുത്തിയിട്ടാണ്. ബ്രിട്ടൻ്റെ 3 നമുക്ക് കാണാം. 3 ഏകദേശം ഒരുപോലെയാണ് പോകുന്നത്. 3 സർവേയുടെയും ഫലം ഏകദേശം ഒരുപോലെയാണ് പോകുന്നത്. ഓക്കെ, 3 കളറിൽ കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ 100 കൊല്ലത്തിനിടയിൽ ബ്രിട്ടൻ്റെ കാര്യം എടുത്താൽ, ഇതാണ് നമ്മളെ അന്വേഷണ വിഷയം, യൂറോപ്പിൻ്റെ മതമുക്തിയാണ്. ബ്രിട്ടൻ്റെ കാര്യം എടുത്താൽ 100 കൊല്ലത്തിനിടയിൽ നമുക്ക് കാണാം വളരെ സ്റ്റഡി ആയിട്ടുള്ള പുരോഗതിയാണ്. ഈ അറ്റത്ത് നേരെ പോയിരിക്കാം. ഏറെക്കുറെ വളരെ സ്ഥിരമായ പുരോഗതിയാണ് അവിടെ രേഖപ്പെടുന്നത്. ഈ നൈജീരിയയിലും ഫിലിപ്പൈൻസിലും ഗ്രാഫ് ഏതാണ്ട് ഇതാ ഒരു ആ X ആക്സിസിൻ്റെ അടുത്ത് ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന പോലെ കാണണം. കേട്ടാ, അത് കാണാം. നൈജീരിയ കാണാം, ഫിലിപ്പൈൻസ് കാണാം. അറ്റത്ത് ആ തല മാത്രം ചെറുതായിട്ടത് പൊങ്ങിയുണ്ട്. ഏറ്റവും അറ്റത്ത് മാത്രം ചെറിയൊരു ഉയർച്ച നമുക്ക് ഫിലിപ്പൈൻസിലും നൈജീരിയയിലും കാണാം. ചിലിയിൽ ഈ 2ാം ഹാഫിൽ നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ഉയർച്ച കാണാനുണ്ട്, കുറച്ചും കൂടി സെക്കുലറൈസ്ഡ് ആവുന്നുണ്ട് എന്നുള്ള. പിന്നെ ഈ ഓരോ ദശകത്തിലെയും ഈ സെക്കുലറൈസേഷൻ സ്കോർ ബൈ ബർത്ത് ഡിക്കേഡ് മതമുക്തി മാനത്തെ അടുത്ത് ചെയ്തതാണ്. പ്രതിശീർഷ GDP-യുമായി താരതമ്യം ചെയ്യുന്ന കാര്യമാണ് പിന്നെ ചെയ്തത്. അപ്പോൾ ഇവർ കാണുന്ന ഇതാണ്: ഈ we find evidence that changes in secularization precede changes in GDP.
മതമുക്തി രംഗത്തെ മാറ്റങ്ങളാണ് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ രംഗത്തുള്ള മാറ്റങ്ങളെക്കാൾ നേരത്തെ ഉണ്ടാവുന്നത്. ഇവിടെ മാറ്റങ്ങൾ എന്നുള്ള വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പുരോഗതിയുടെ കാര്യത്തിൽ മാത്രമല്ല അധോഗതിയുടെ കാര്യത്തിലും ഇത് ബാധകമാണ് എന്നാണ്. അത് നമുക്ക് പിന്നെ വിശദീകരിക്കാം, ഇവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ മതമുക്തി വരുന്നത് സാമ്പത്തിക പുരോഗതിക്ക് മുൻപാണ് എന്ന് ഈ ഗ്രാഫ് നോക്കി നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ ഗ്രാഫിൽ കാണാവുന്ന, ബ്രിട്ടൻ്റെ കാര്യം എടുക്കാം, ഈ ഗ്രാഫിൽ കാണുന്ന ഈ ചുവന്ന ഗ്രാഫാണ് മതമുക്തി രേഖ, നീല ഗ്രാഫാണ് സാമ്പത്തിക വികസന രേഖ. അപ്പോൾ നമുക്ക് കാണാം ആദ്യം വരുന്നത് ചുവന്ന ഗ്രാഫാണ്, നീല നിറത്തിലുള്ളത് ആൾ ഓവർ GDP. അപ്പോൾ ബ്രിട്ടനെ ഞാൻ പ്രത്യേകം എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കുലറൈസേഷൻ ആദ്യം വരുന്നത്, പിന്നെയാണ് സാമ്പത്തിക പുരോഗതി വരുന്നത്. ഈ പേപ്പറിൽ ഒരു ഓതറായിട്ടുള്ള ഡാമിയൻ റക്ക്, ഈ പേപ്പറിലല്ല വേറൊരിടത്ത് ഈ പ്രബന്ധത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത്. ദ മെസ്സേജ് ഈസ് ക്രിസ്റ്റൽ ക്ലിയർ. സെക്കുലറൈസേഷൻ ഒക്കേഴ്സ് ബിഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് നോട്ട് ആഫ്റ്റർ. മതമുക്തി സംഭവിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് മുൻപാണ്, അതിന് ശേഷമല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് നൈജീരിയയുടെ ഗ്രാഫാണ്. ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു സംശയം തോന്നും, നേരത്തെ നമ്മൾ കണ്ടത് ഇങ്ങനെ കമഴ്ന്ന് കിടക്കുന്ന ഒരു ഗ്രാഫാണ്, അതെങ്ങനെ ഇങ്ങനെ നിവർന്നു വന്ന് നമുക്ക് തോന്നും. കേട്ടോ, ഇത് കാണുമ്പോൾ നിവർന്നു വന്നു തോന്നുന്നില്ല. ഇവിടെ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ സെക്കൻഡ് വൈ ആക്സിസിലാണ്. ഇവിടെ സെക്കൻഡ് വൈ ആക്സിസ്, ഇതിൽ നമ്മൾ രണ്ടും കാണിക്കുന്നുണ്ട്, GDP കാണിക്കുന്നുണ്ട്, സെക്കുലറൈസേഷൻ കാണിക്കുന്നുണ്ട്. ആ സെക്കൻഡ് വൈ ആക്സിസിൽ ചുവന്ന നിറയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സെക്കുലറൈസേഷൻ സ്കോറാണ് ഇവിടെ. ഇത് GDP ആണ് ഈ സൈഡിൽ അടയാളപ്പെടുത്തിയത് നീലയിൽ. കേട്ടോ, ഈ സെക്കുലറൈസേഷൻ സ്കോറ് നമ്മൾ ബ്രിട്ടൻ്റെ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇത് ബ്രിട്ടൻ്റെ ഗ്രാഫാണേ. അത് സെക്കുലറൈസേഷൻ സ്കോർ എങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കണത്? ഈ 900-ൻ്റെ ഏറ്റവും ഈ 0 ഉള്ളത് 0.0 സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. പിന്നെ 0.2, 0.4, 0.6, 0.8, 1. ഇവിടെ ഏറ്റവും 1980 ആകുമ്പോഴേക്ക് തന്നെ അതിന് 1-നെടുത്തെത്തി. അപ്പോൾ 0 to 1 ആണത് ചാർട്ട് ചെയ്തിട്ടുള്ളത്. നൈജീരിയ തുടങ്ങുന്നത് എവിടെയാണ്? -1.01-ലാണ്. അതായത് വളരെ താഴെയാണ്. ഈ നമ്മളെ 900-കളിലെ ബ്രിട്ടനിലുള്ള ആ 0 പോലും ഇല്ല, അതിലും താഴെ വെച്ച് തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഉയർന്നു വന്നായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് ഇതുവരെ എത്തി 1950 ആകുമ്പോഴേക്കും അത് -0.95. ഇപ്പോൾ പോലും ഇവിടെ എത്തിയിട്ടില്ല. അത് 1910-കളിൽ ബ്രിട്ടൻ്റെ ലെവൽ പോലും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഭാഗം ഇങ്ങനെ നമുക്ക് ഇതിലിങ്ങനെ കുറച്ച് പൊങ്ങിയതായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളൊക്കെ ഒരേപോലെയാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അതിങ്ങനെ ഫ്ലാറ്റായിട്ട് കാണുന്നത് അർത്ഥം. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ കാണിച്ച ഒരു വാചകമാണിത്. എ ഡിക്രീസ് ഇൻ എസ് ഒക്കേഴ്സ് ഷോർട്ട്ലി ബിഫോർ എ കറസ്പോണ്ടിങ് ഡിക്രീസ് ഇൻ GDP. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടില്ല. മതവിമുക്തിയുടെ രംഗത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ ആദ്യമുണ്ടാകുന്നു, സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ അതിന് ശേഷം വരുന്നു എന്ന നിരീക്ഷണത്തെ ബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ഇത് ഈ സെക്കുലറൈസേഷൻ സ്കോറിൽ വരുന്ന കുറവിനെ പിന്തുടർന്നുകൊണ്ട് പിൽക്കാലത്ത് രാജ്യത്തിൻ്റെ GDP-യിൽ കുറവ് വരുന്നതായി കാണുന്നു. അത് നമുക്കിവിടെ നൈജീരിയയുടെ ഗ്രാഫ് കാണാം. ഇവിടെ ഈ സെക്കുലറൈസേഷൻ സ്കോർ ഇവിടെ കുറഞ്ഞു, ഏതാണ്ട് ഒരു ദശകം കഴിയുമ്പോഴേക്കും വളരെ GDP അതിനനുസരിച്ചിട്ട് കുറയുന്നു. സെക്കുലറൈസേഷൻ സ്കോർ കുറഞ്ഞാൽ പിന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമാവുന്നതാണ് ഇവർ കാണുന്നത്. അപ്പം ഇതോർത്ത് എല്ലാവിധത്തിലും സെക്കുലറൈസേഷൻ എന്ന ആ സെക്കുലർ എന്നുള്ള വാക്കിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കുലറൈസേഷൻ ഇല്ല, മതവിമുക്തി ഉണ്ടാവാൻ പാടില്ല, ഏറ്റവും മതബദ്ധമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കുലറൈസേഷൻ വലിച്ചെറിയാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതേസമയം തന്നെ അവർ പറയുന്നത് എന്താണ്? ഇന്ത്യ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആവാൻ പോവാണ്. രണ്ടും കൂടെ ഒന്നിച്ച് നടപ്പില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഭരണഘടനയിലുള്ള സെക്കുലർ എന്ന വാക്ക് ഇവിടെ ചില ആൾക്കാരുടെ ചെവിയിൽ പണി വരുന്നുണ്ടവറാച്ച എന്ന് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ സെക്കുലറൈസേഷൻ താഴ്ന്ന രാജ്യങ്ങളിൽ GDP കുറഞ്ഞിരിക്കും. അപ്പോൾ അത് വരാനിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ കാണുന്ന മതനിരപേക്ഷതയിലുള്ള ഇടിവ് ഭാവിയിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇടിവായി പ്രത്യക്ഷപ്പെട്ടേ പറ്റും. അതാണ് ചരിത്രം നൽകുന്ന പാഠം. അതാണ്. ഓക്കെ, ഇപ്പോൾ ഡിസ്കഷൻ പാർട്ടിലേക്ക് പോവാം. ഈ പാർട്ടിലെ 2 വാദങ്ങൾ കൂടി പറഞ്ഞ ശേഷം നമ്മൾ ഈ പ്രവൃത്തിക്കുള്ള ചർച്ച അവസാനിപ്പിക്കാം. ഈ പേപ്പറിൽ വേറെയും വളരെ പ്രധാനവും പ്രസക്തമായ കാര്യങ്ങളൊക്കെ പറയുന്നത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള ഒരൊറ്റ പോയിന്റ് മാത്രമാണ് നമ്മൾ പരിശോധിച്ചത്. ഈ ഗവേഷകർ കണ്ടെത്തിയ കാര്യം നമ്മൾ പറഞ്ഞു, മതമുക്തി സംഭവിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് മുൻപാണ്, അതിന് ശേഷമല്ല. അതാണ് നമ്മൾ കണ്ടെത്തിയ കാര്യം. അതിൻ്റെ അർത്ഥം എക്കണോമിക് ഗ്രോത്ത് ഇസ് നോട്ട് വാട്ട് കോസ്റ്റ് സെക്കുലറൈസേഷൻ ഇൻ ദ പാസ്റ്റ് എന്നുള്ളതാണ്.
നമ്മുടെ വിഷയം പറഞ്ഞാൽ യൂറോപ്പിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയല്ല യൂറോപ്പിൻ്റെ മതമുക്തിക്ക് കാരണമായത്. മതമുക്തി ഉണ്ടായതുകൊണ്ടാണ്, അത് കാരണമായാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടായത്. മതമുക്തിയുടെ സ്വാഭാവിക അനന്തരഫലമാണ് സാമ്പത്തിക പുരോഗതി എന്നുള്ള വാദം ഞാൻ തൽക്കാലം ഉന്നയിച്ചിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ പേരിട്ട് ഇടാൻ പാടില്ല. സാമ്പത്തിക പുരോഗതിയുടെ ഒരു സ്വാഭാവിക അനന്തരഫലമായി മതമുക്തി, സെക്കുലറൈസേഷൻ സംഭവിച്ചു കൊള്ളും എന്ന ധാരണ തെറ്റാണ്. അതിനുള്ള പണി വേറെ തന്നെ എടുക്കണം, നമ്മളൊക്കെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതാണ് പ്രബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചരിത്രം പറഞ്ഞു, പിന്നെ അതിനെക്കുള്ള റിസർച്ച് പറഞ്ഞു. ഇനി പൊതുവായ ചില ജനറൽ റിമാർക്ക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സമൂഹം ആധുനികമാവുക, പാരമ്പര്യാനന്തര സമൂഹമാവുക എന്ന് പറയുമ്പോൾ ആ സമൂഹത്തിൻ്റെ നെടുന്തൂണുകൾ എന്ന് പറയാവുന്ന പല ഘടകങ്ങളും പരിഷ്കരിക്കപ്പെടുകയാണ് അർത്ഥം. അതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ അത് ആധുനികമാവുക, അതൊരു തൂണാണ്. അത് ആധുനികമാവുക, ജനാധിപത്യപരമാവുക എന്നുള്ളതുണ്ട്. സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ ആധുനികമാവുക എന്നുണ്ട്. സമൂഹത്തിൻ്റെ ആഖ്യാനങ്ങൾ ആധുനികമാവുക എന്നുള്ളതുണ്ട്. ആഖ്യാനങ്ങൾ ആധുനികവും സയൻസികമാവുക എന്നുള്ളതുണ്ട്. സമൂഹ മര്യാദകൾ, നോംസ്, അത് ആധുനികമാവുക എന്നുണ്ട്. ഇതാണ് അവർ 4 തൂണായിട്ട് പറയുക. രാഷ്ട്രീയ സാമ്പത്തിക സ്ഥാപനങ്ങൾ, ആഖ്യാനങ്ങൾ, സാമൂഹ്യ മര്യാദകൾ, സംഘടനകൾ. ഇതൊക്കെ ജനാധിപത്യവൽക്കപ്പെടേണ്ടതുണ്ട്, ആധുനികവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ഓരോ ഘടകത്തിന്മേലും മനുഷ്യന്മാർ പണിയെടുത്തിട്ട് തന്നെ വേണം ഇത് പരിഷ്കരിക്കാൻ. വേറൊരു നിവൃത്തിയില്ല. ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക് എന്ന് ടാഗോറിന് പ്രാർത്ഥിക്കാം. പക്ഷെ അങ്ങനെ രക്ഷിക്കാൻ ഒരു പിതാവുമില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത് നമ്മൾ തന്നെ പണിയേണ്ട, നമ്മൾ തന്നെ വർക്ക് ചെയ്യണം തിരിച്ചറിഞ്ഞവരാണ് ആധുനിക മനുഷ്യർ, സ്വതന്ത്രചിന്തകർ. അപ്പോൾ നമ്മുടെ യുക്തിവാദികളുടെ പണി എന്താണ്? ഇത് അയ്യപ്പൻപേട്ട പറഞ്ഞിട്ടുള്ളതാണ്. യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുക. എന്തായി പറയുന്നതിൻ്റെ അർത്ഥം? സമൂഹത്തിലെ ആഖ്യാനങ്ങൾ എന്ന് പറഞ്ഞാൽ തൂണിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നെറേറ്റീവ്സിന് മുകളിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പില്ലറാണ് ഈ നമ്മളെ ആഖ്യാനങ്ങൾ, അതുപോലെ തന്നെ നോംസ്. ഇത് രണ്ടിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രകൃതിയെ നെറേറ്റീവ്സ് ചെയ്താണെന്ന് വെച്ചാൽ പ്രകൃതിയെ, മനുഷ്യപ്രകൃതിയെ, സമൂഹത്തെ ഇതിനൊക്കെ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനുമായിട്ട് പലവിധമായിട്ടുള്ള ആഖ്യാനങ്ങൾ സദാ എല്ലാ സമൂഹങ്ങളിലും നിർമ്മിക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ആഖ്യാനങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റൊരു തൂണായിട്ടുള്ള നോംസിനെ, നമ്മുടെ മര്യാദകളെ, സാമൂഹ്യ മര്യാദകളെ നേരിട്ട് തന്നെ നിർണ്ണയിക്കുന്നുണ്ട്. മനുഷ്യർ തമ്മിൽ സഹകരണം വേണോ ശത്രുത വേണോ തീരുമാനിക്കുന്നത് നമ്മുടെ നറേറ്റീവ്സാണ്. അതാണ് ഞാനിവിടെ രാമനാഥ് കോവിദിൻ്റെ ചിത്രം എടുത്തു വെച്ചത്. അവിടെ അദ്ദേഹം കയറുമ്പോൾ ആ പ്രീസ്റ്റുകൾക്ക് വഴി തടയാൻ തോന്നുന്നത് ആ നോംസ് അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് നറേറ്റീവ് അങ്ങനെയാണ്. ഇയാൾ ജന്മനാ അസ്പൃശ്യനാണ് എന്ന നറേറ്റീവ് അവിടെ നിലവിലുള്ളത് കൊണ്ടാണ് അത് തടയുന്നത്. അപ്പോൾ നോംസും നറേറ്റീവ്സും വളരെ പരസ്പരം ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് വളരെ പരിചിതമാണ് ഈ സാമൂഹിക ഉച്ചനീതിത്വം സംബന്ധിച്ചിട്ടുള്ള നിലവിലുള്ള ആഖ്യാനങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഈ വിവിധങ്ങളായിട്ടുള്ള ആഖ്യാനങ്ങൾ പലതും ചില ബൃഹദ് ആഖ്യാനങ്ങൾ, മെറ്റാ നറേറ്റീവുകളുടെ കീഴിൽ ഒതുങ്ങുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, ചില മനുഷ്യർ ജന്മം കൊണ്ട് ഉയർന്നവരാണ്. ഞാനീ പറഞ്ഞ രാംനാഥ് കോവിന്ദിനെ പോലെ ബഹുമാന്യരാണ്. ചിലർ ജന്മം കൊണ്ട് തന്നെ അധമന്മാരാണ്, നിന്ദ്യരാണ് എന്ന ആശയം ഉൾക്കൊള്ളുന്ന നിരവധിയായ ആഖ്യാനങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. ഇന്ന് രാവിലെ ശ്യാമുമായിട്ട് സംസാരിച്ച് ശ്യാം പറയായിരുന്നു, നമ്മുടെ നാട്ടിൽ എന്താണ് സംസ്കൃത അധ്യാപകന്മാർക്കുള്ള ഒരു കൈപ്പുസ്തകത്തിൽ, അത് സംസ്കൃത പാഠമായിട്ട് ജാത്യാലുള്ളത് തൂത്താൽ പോവില്ല എന്നുള്ളതിന് സംസ്കൃതം, അതിനൊരു കഥ ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നു. അതിനെതിരെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കി തൽക്കാലം നിർത്തിവെച്ചു, അത് വേറെ വിഷയം. പറഞ്ഞു വരുന്നത് കേരളത്തിലായതുകൊണ്ട്. അപ്പോൾ ഈ ഒരു നെറേറ്റീവ് ഉണ്ട് അങ്ങനെ. അപ്പോൾ ഈ നിരവധിയായിട്ടുള്ള ആഖ്യാനങ്ങൾ, അതുപോലെ തന്നെ ചില മൃഗങ്ങൾ വിശുദ്ധമാണ്, ചിലത് അധമമാണ്. പശു വിശുദ്ധ മൃഗമാണ്. പുരുഷന്മാർ മികച്ചവരാണ്, ബഹുമാന്യരാണ്. സ്ത്രീകൾ രണ്ടാം കിടക്കാരാണ്, ഭരിക്കപ്പെടേണ്ടവരാണ്, അനുസരിക്കപ്പെടേണ്ടവരാണ്. ഈ തരം ആശയങ്ങൾ, എത്രയോ ആഖ്യാനങ്ങൾ, ഈ ആശയം ഉൾക്കൊള്ളുന്ന കുഞ്ഞു കുഞ്ഞു ആഖ്യാനങ്ങൾ കുറേ നമുക്ക് കാണാം. ഈ ആഖ്യാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബൃഹദാഖ്യാനം, മെറ്റാ നറേറ്റീവ് ഉണ്ട്. ആ മെറ്റാ നറേറ്റീവ് എന്താണ്? അത് പ്രപഞ്ചം തന്നെ ഹൈറാർക്കിക്കലാണ്. നമ്മുടെ സ്വാമിയൊക്കെ ഉണ്ടല്ലോ, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, കൊളത്തൂരിലെ സ്വാമി, ചിദാനന്ദപുരിയൊക്കെ ആവർത്തിച്ച് പറയും ഈ വർണ്ണം. രാവിലെ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഈ വർണ്ണാധാർമ്മം എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു പ്രകൃതി നിയമമാണെന്നാണ് പറയുന്നത്. ആ രീതിയിൽ വിഭജിക്കപ്പെട്ടാണ് പ്രകൃതി ഇരിക്കുന്നത്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹൈറാർക്കിക്കലാണ് എന്നുള്ള, ഹൈറാർക്കിക്കൽ പ്രപഞ്ചം എന്നുള്ള അടിസ്ഥാനമായിട്ടുള്ള ബ്രാഹ്മണിക് മെറ്റാ നറേറ്റീവിൻ്റെ മുകളിലാണ് പിന്നെ ഇതൊക്കെ വരുന്നത്. മൃഗങ്ങൾ, പശുക്കൾ, പക്ഷികൾ, മനുഷ്യർ,
പിന്നെ മനുഷ്യജാതികൾ, എല്ലാ സംഗതികളും, ജോലികൾ, ദൈവങ്ങൾ വരെ ഇതിൻ്റെ അടിയിലാണ്. ഈ വലിയ ബ്രാഹ്മണിക് മെറ്റാനായിട്ട് പ്രപഞ്ചം എന്നതെന്താണ്? അത് ഈ രീതിയിൽ ഹയറാർക്കിക്കലാണ്, ഉച്ചനീചത്വം അടിസ്ഥാനത്തിൽ പിന്നെ ശ്രേണീബദ്ധമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിനടക്കം ഉച്ചനീചത്വ ശ്രേണി വരുന്നത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ടിട്ടാണ് സാമൂഹ്യ ആഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്, അതിനനുസരിച്ചാണ് സാമൂഹ്യ മര്യാദകൾ ഉണ്ടാകുന്നത്. ഈ ആഖ്യാനങ്ങളും മര്യാദകളൊക്കെ ബ്രാഹ്മണിക് മെറ്റാനറേറ്റീവിൻ്റെ കൊടക്കീഴിലാണ് കിടക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഹിന്ദുത്വ മെറ്റാനറേറ്റീവ്. ഈ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ആധിപത്യത്തിലുള്ള മെറ്റാനറേറ്റീവ് ഏതാണ്? ഏറ്റവും വലിയ ബൃഹദാഖ്യാനം ഏതാണ്? അത് ഡോമിനൻറ്റ് സോഷ്യൽ നറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുത്വ ആഖ്യാനങ്ങളാണ്. അവരാണ് അതിൻ്റെ സൃഷ്ടാക്കളും പ്രയോക്താക്കളും. ഈ സോക്കോൾ ഹിന്ദുക്കൾ അല്ലാത്തവരൊന്നും ഭാരതീയരല്ല. നിങ്ങളുടെ പിന്നെ എന്താണ് പിതൃഭൂമിയും പുണ്യഭൂമിയും ഭാരതമാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഭാരതീയനാവുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾ ഭാരതീയനല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പിന്നെ ഭാരതീയരല്ല, ഇന്ത്യക്കാരല്ല എന്ന് പറയുന്നതാണ് ഹിന്ദുത്വ ബൃഹദാഖ്യാനം എന്ന് പറയാം. ഈ ഹിന്ദുത്വ ബൃഹദാഖ്യാനത്തിൻ്റെ ആ കൊടക്കീഴിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുപാട് വിഷലിപ്തമായ വേറെ ആഖ്യാനങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, UPSC ജിഹാദ്, പോപ്പുലേഷൻ ജിഹാദ്, പിന്നെ റൈസ് ബാക്ക് കൺവെർട്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വിഷപ്പല്ലുകളിൽ ഒരുപാട് ആഖ്യാനങ്ങൾ സമൂഹത്തിൽ ഇഴഞ്ഞു നടക്കുന്നത്. ഇതൊക്കെ വരുന്നത് ഇവിടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഹിന്ദുത്വ മെറ്റാനറേറ്റീവിനെ കീഴുന്നത് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ കഥയൊക്കെ, ഈ നറേറ്റീവുകൾ കേവലം നറേറ്റീവായി നിലനിൽക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു തൂണാണ് നറേറ്റീവ്. നമ്മൾ പണിയുന്നൊരു നറേറ്റീവ് തൂണാണ് ഈ നറേറ്റീവ്. നമ്മൾ പണിയേണ്ട, നമ്മൾ അധ്വാനിച്ച് മെച്ചപ്പെടുത്തി എടുക്കേണ്ട ഒരു നറേറ്റീവാണ്. ഈ തൂണ് അത് മാത്രമായിട്ട് നിൽക്കുന്നില്ല, സമൂഹത്തിൻ്റെ മറ്റ് തൂണുകളെ നിർണായകമായി സ്വാധീനിക്കുന്നുണ്ട്. ഈ ലവ് ജിഹാദ് എന്നുള്ള ഹിന്ദുത്വ മെറ്റാ നറേറ്റീവിൻ്റെ കീഴിൽ വരുന്നൊരു നറേറ്റീവാണ് ലവ് ജിഹാദ്. ആ നറേറ്റീവിൻ്റെ സൃഷ്ടിയാണ് ഈ രണ്ട് മതങ്ങളിൽപ്പെട്ടവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത് തൂണിനെ ബാധിച്ചു? അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിച്ചു, നമ്മുടെ ഭരണ സംവിധാനം അതിനനുസരിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് തൂണുകൾ പരസ്പരം സ്വാധീനിക്കുന്നത്. അപ്പോൾ UPയിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ഈ വിധത്തിലുള്ള നിയമങ്ങളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ലാൻഡ് ജിഹാദ്, അത് ഈ ഹിന്ദുത്വ മെറ്റാ നറേറ്റീവിൻ്റെ വീടുകളിൽ വേറെ നെറേറ്റീവാണ് ലാൻഡ് ജിഹാദ്. അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളിൽ നിന്ന് വീടും സ്ഥലവും വാങ്ങാൻ പറ്റാത്ത അവസ്ഥ നിയമപരമായിട്ട് ഇന്ന് ഗുജറാത്തിൽ വന്നു കഴിഞ്ഞു. ഗുജറാത്തിൽ അതാണെന്നില്ല, ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ലോ എന്നൊരു നിയമം അവിടെ ഉണ്ട്. അതിപ്പോൾ ഉള്ളതല്ല, 30 കൊല്ലം മുമ്പുള്ള നിയമമാണ്. ആ നിയമത്തിൻ്റെ ഉദ്ദേശം ഒരു സതുദ്ദേശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുണ്ടാക്കിയതെന്ന് വെച്ചാൽ അവിടെ സാമുദായിക കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഭൂരിപക്ഷ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ ഏരിയയിൽ നിന്ന് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർ ഓടിപ്പോകും. അവർ പോയി കലാപം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കില്ല. കാരണം ശത്രുത ഉണ്ടാവും, പിന്നെ പേടി ഉണ്ടാവും, മറ്റവർക്കും പിന്നെ തമ്മിൽ എന്തായാലും ആ ചേർന്ന് പോകില്ല. അപ്പോൾ ഇവർക്കിത് വിറ്റ് പോകണം. അങ്ങനെ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് വിറ്റ് പോയേ പറ്റൂ, ഡിസ്ട്രസ് സെയിൽസാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വിലക്ക് ആൾക്കാർ ഇത് അടിച്ചെടുക്കും. അപ്പോൾ അവർക്ക് പെട്ട വിലക്ക് ഇത് വിറ്റ് പോകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി അന്നത്തെ ഗവൺമെൻറ് ഒരു 1980-കളിൽ ഉണ്ടാക്കിയൊരു നിയമമാണ് ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ലോ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ഒരു വിൽപ്പന ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസിൽ ഇതുപോലെ സാമൂഹിക കലാപങ്ങൾ നടന്ന സാമുദായിക കലാപങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ പിന്നെ ലാൻഡ് സെയിൽ നടക്കുമ്പോൾ അത് കലക്ടർ റിവ്യൂ ചെയ്യണം. എന്നിട്ട് ഇത് മാർക്കറ്റ് വില പ്രകാരം തന്നെയാണ് വിൽപ്പന നടക്കുന്നത്, അല്ലാണ്ട് ഡിസ്ട്രസ് സെയിലല്ല എന്ന് കലക്ടർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത് നിയമപരമായി സാധുവാകൂ എന്നൊരു നിയമം പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിനെ ഇന്ന് ഉപയോഗിക്കുന്നത് എങ്ങനെ പറഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് മുസ്ലിങ്ങൾക്ക് സ്ഥലം വാങ്ങാതിരിക്കാൻ, ഹിന്ദുക്കളുടെ ഇടയിൽ കുറേ ഹിന്ദുക്കൾ ഇങ്ങനെ ഉള്ളൊരു കോളനിയിൽ ഒരു മുസ്ലിം സ്ഥലം വാങ്ങാൻ പോയാൽ അവിടെ ആൾക്കാർ ഉടനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അവർ പോയി പരാതി കൊടുക്കും കലക്ടർക്ക്, ഈ ഇങ്ങനെ വാങ്ങാൻ ഞങ്ങളതിൽ അസ്വസ്ഥരാണ്. അപ്പോൾ അസ്വസ്ഥത ഏരിയയായി അത് ഉടനെ കലക്ടർ പറയും അത് വിൽക്കണ്ട. അപ്പോൾ ഒരു മുസ്ലിമിനും ഇന്ന് ഗുജറാത്തിൽ പോയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ സ്ഥലം വാങ്ങാൻ പറ്റില്ല ഈ ഡിസ്റ്റർബ്ഡ് ഏരിയാസിലോ. അത് പിന്നെ അതെന്താ എൻ്റെ തമാശ എന്ന് വെച്ചാൽ, അപ്പോൾ കലക്ടർ ഇടപെട്ട് ഈ വസ്തു കൈമാറ്റം തടയും. അപ്പോൾ ഇതിൻ്റെ തമാശ എന്ന് വെച്ചാൽ ഈ നിയമപ്രയോഗം സാമുദായിക മൈത്രി ഗുണകരമാണ് എന്നാണ് വഡോദര BJP പ്രസിഡന്റ് പറയുന്നത്. പത്രപ്പുറനെ എടുത്തു വെച്ചാൽ വഡോദര BJP പ്രസിഡന്റ് വിജയ് ഷാ പറയുന്നത് ഇതിൽ യാതൊരു കുഴപ്പമില്ല, ഈ നിയമം വളരെ നല്ല നിയമമാണ്. അതിൽ മുപ്പര് പറഞ്ഞു വെച്ചാൽ ഇറ്റ് വാസ് നോട്ടീസ്ഡ് ബൈ മെനി റെസിഡൻസ് ദാറ്റ് നെക്സ്റ്റ് ഡോർ നെയ്ബർ കംസ് ഫ്രം എ കമ്മ്യൂണിറ്റി ദേ ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത്. ഏതൊരു രാജ്യത്താണ് ഈ പറയുന്നത് നോക്കൂ. അതായത് സാംസ്കാരികം ഇത് പറഞ്ഞത് ബിക്കോസ് ഓഫ് ദർ കൾച്ചറൽ ഡിഫറൻസസ്, ഫുഡ് ഹാബിറ്റ്സ്, നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഹൗസസ് ആൻഡ് ദ വേ ദേ ലിവ്ഡ്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമായതുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ അല്ല.
ഇതിനാണ് ഗവൺമെൻറ് നിയമം ഉണ്ടാക്കിയതെന്നാണ് വഡോദര BJP നേതാവ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാം വന്നു. വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, അപ്പോഴേക്കും അവിടെ മറ്റേ നറേറ്റീവ് വന്നു, പോപ്പുലേഷൻ ജിഹാദ് വന്നു, ജീവിത രീതി, ഇതൊക്കെ കാരണം ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമുദായത്തിൽ നിന്ന് വന്ന ആളാണ് തൻ്റെ അയൽവാസി. ഇതാരാ വരുമ്പോൾ ഇവർക്ക് അറിയില്ല. ഒരു മുസ്ലിമാണെന്നല്ലാതെ ഇയാൾ ആരാണ്, എന്താണ്, ഇയാൾക്ക് എത്ര മക്കളുണ്ട്, ഇയാൾക്ക് ജോലി എന്താണ്, വിദ്യാഭ്യാസം എന്താണ്, ഇതൊന്നും വിഷയമല്ല. അംബേദ്കർ അവിടെ പോയപ്പോൾ വീട് കിട്ടാതെ കൂടിയില്ലേ? അതേ അവസ്ഥയാണ്. അംബേദ്കർ ആരാണെന്ന് അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇയാൾ ഒരു ദളിതാണെന്ന് മാത്രമേ അവർക്ക് അറിയേണ്ട കാര്യമുള്ളൂ. അതേപോലെയാണ് ഇവിടെ. ഇയാൾ മുസ്ലിമാണ്, നിങ്ങൾ ആരായാലും വിഷയമല്ല. അപ്പോൾ അതാണ് BJP MP നേതാവ് പറയുന്നത്. അത് വളരെ ന്യായമായ നിയമമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് അയൽവാസി ആകാൻ പോകുന്ന ആൾ വ്യക്തിപരമായി എങ്ങനെയുള്ള ആളാണെന്നത് അവർക്ക് അറിയേണ്ടതില്ല. അയാളൊരു മുസ്ലിമാണെന്ന കാര്യം മാത്രം മതി അയാളെ വെറുക്കാനും ബഹിഷ്കരിക്കാനും അവർക്ക് കാരണമായി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ മുസ്ലിങ്ങൾ ഭാരതീയരല്ല, നമ്മിൽപ്പെട്ടവരല്ല എന്ന ഹിന്ദുത്വ ബൃഹദാഖ്യാനത്തിൻ്റെ നിരവധിയായ പോഷകാഖ്യാനങ്ങളാണ് സമൂഹത്തിൽ മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ നിർണ്ണയിക്കുന്നതും ഭരണ സംവിധാനം അടക്കമുള്ള സാമൂഹ്യ സ്ഥാപനങ്ങൾ പ്രവർത്തനത്തെ നിർണ്ണയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ നറേറ്റീവിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ നറേറ്റീവാണ് നമ്മുടെ നോംസിനെ നിർണ്ണയിക്കുന്നത്. ഈ നറേറ്റീവാണ് നമ്മുടെ നിയമങ്ങൾ നിർണ്ണയിക്കുന്നത്, നമ്മുടെ സ്ഥാപനം നിർണ്ണയിക്കുന്നത്. അതോട് പ്രധാനപ്പെട്ട ഒരു തൊഴിലിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഈ ബോധത്തോടെ വേണം. ആത്മരതിക്ക് വേണ്ടിയല്ല പണിയുന്നത്, ഇതിനൊക്കെ വേണ്ടിയാണ് പണിയുന്നത്, ഇന്നത്തെ കാര്യത്തിന് വേണ്ടി പണിയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യത്തെ ഇന്ന് ബാധിച്ചിരിക്കുന്ന അമ്പലപ്പനി എന്ന് പറഞ്ഞ പകർച്ചവ്യാധിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. രാമഭക്തി ആയാലും ശരി, മുസ്ലിം വിരോധമായാലും ശരി, സംവരണ വിരുദ്ധമായാലും ശരി, അണ്ണാ ഹസാരിയുടെ കാലത്തെ അഴിമതി വിരുദ്ധ പനിയായപ്പോലും കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യൻ സാമൂഹ്യ ആഖ്യാനങ്ങളുടെ പെരുന്തച്ഛന്മാരാണ് ഹിന്ദു ശക്തികൾ. അവരുണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ മാത്രമാണ് ഇവിടെ ആടിയിട്ടുള്ളൂ വിജയകരമായിട്ട്. അവർ കാലാകാലമായി ഈ ഹിന്ദുത്വ ബൃഹദാഖ്യാനത്തിൻ്റെ ചോട്ടിൽ അവർ ഉണ്ടാക്കി വെക്കുന്ന നിരവധിയായ നറേറ്റീവുകളുടെ കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സാമൂഹ്യ ആഖ്യാനങ്ങളുടെ സൃഷ്ടിയിലും പ്രചരണത്തിലും പരിപാലനത്തിലും വളരെ ആത്മാർത്ഥമായിട്ട് എത്ര തിരിച്ചറിയില്ല അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ എത്ര പെട്ടെന്ന് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും വളരെ മനസ്സുമെടുക്കാതെ ആത്മരതിക്ക് വേണ്ടിയല്ല RS പ്രവർത്തിച്ചു കേട്ടാ. അവരിത് വലിയൊരു പ്രൊജക്റ്റാണ് മനസ്സിലാക്കിയിട്ട് പണിത ആൾക്കാരാണ്. മനസ്സിലായി? അത് മനസ്സുമെടുക്കാതെ നിരന്തരമായിട്ട് ഒരു നൂറ്റാണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് അവർ അധികാരത്തിലിരിക്കണം. അവർ നറേറ്റീവ്സിന് മുകളിലാണ് പണിയെടുത്തത്. അവർക്ക് അധികാരം ഉണ്ടായിട്ടില്ലല്ലോ. എത്ര കാല അധികാരത്തിൻ്റെ ഒരു സ്ഥലത്തും RS കടത്തില്ലായിരുന്നു. ഒരു കാലത്ത് ഒരു സ്ഥാപനത്തിൽ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. സത്യമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവർ നറേറ്റീവ്സിന് മുകളിൽ പണിയെടുത്ത് ഇന്ന് അവർ അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും എൻ്റെ ആയുഷ്കാലത്ത് മാറുന്ന വിചാരിക്കുന്നില്ല കേട്ടോ. അത് ഞാൻ വിചാരിക്കുന്നതില്ല. ഈ അധികാരമൊക്കെ ഇതുപോലെ തുടരാനാണ് സാധ്യത. ഒരു പക്ഷേ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ താൽക്കാലികമായിട്ടുള്ള ചില മാറ്റങ്ങളെന്നല്ലാതെ സ്ഥിരമായിട്ട് ഈ ദീർഘകാലാടിസ്ഥാനത്തിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി, നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ് എഴുതി വെച്ചത്. അവിടെ ഈ ആധുനിക മൂല്യങ്ങൾ നിലനിൽക്കുകയും വിലമതിക്കപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ ജനാധിപത്യ സമൂഹമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ സമൂഹം മാറണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണിക ഹിന്ദുത്വ സാമൂഹ്യ ആഖ്യാനങ്ങളെയും ബൃഹദാഖ്യാനങ്ങളെയും പൊളിച്ചു പണിയുക, ആധുനികവൽക്കരിക്കുക എന്നുള്ള പണി നിരന്തരമായി മടുപ്പില്ലാതെ മടിയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. അത് ചെയ്യാൻ വേറൊരു പൂച്ചക്കുട്ടി ഇവിടെ ഇല്ല. സ്വതന്ത്രം എന്തായിരുന്നു നമ്മളൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ ചെയ്തേ പറ്റൂ. മറ്റവരിതൊക്കെ പറയും. രാഷ്ട്രീയത്തിലുള്ളവർ ഞങ്ങൾ മതത്തിനെതിരല്ല, ഞങ്ങൾ അവർക്കെതിരല്ല, ഇവർക്കെതിരല്ല, നല്ല രാമനെ കൊണ്ടുവരാം, പൊട്ട രാമനെ നമുക്ക് വേണ്ട, ഇതൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമേ ഇല്ല. ഒരു രാമനെയും വേണ്ട തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് സഹജീവിതത്തിൻ്റെ ഉദാത്തമായ ഒരു രൂപം, പ്രൈമറിലി എ മോഡ് ഓഫ് അസോസിയേറ്റഡ് ലിവിങ് എന്ന് അംബേദ്കർ പറയുന്നത്. ആ സഹജീവിതത്തിൻ്റെ ഉദാത്തമായൊരു രൂപം എന്ന നിലയിൽ ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നത് അങ്ങനെ മാത്രമേ സാധിക്കൂ. BR അംബേദ്കറിൻ്റെ പ്രസിദ്ധമായ ഉദ്ധരണി ഒന്ന് വായിക്കാം. ഡെമോക്രസി ഈസ് നോട്ട് മിയർലി എ ഫോം ഓഫ് ഗവൺമെൻറ്. It is primarily a mode of associated living, of conjoined communicated experience. It is essentially an attitude of respect and reverence towards fellow men. സഹജീവികളായ മനുഷ്യരോട് പരിഗണനയും ബഹുമാനവും പുലർത്തുക എന്ന മനോഭാവമാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ അയൽവക്കത്തിൽ താമസിക്കുന്ന വരുന്ന അപരിചിതനായിട്ടുള്ള ആളൊരു മുസ്ലിമാണ് അതുകൊണ്ട് മാത്രമേ അയാൾക്ക് വീട് വെക്കാൻ പറ്റില്ല, അയാൾ ഞങ്ങളുടെ അയൽക്കാരനാവാൻ പറ്റില്ല എന്ന തരത്തിൽ വിദ്വേഷപൂർണമായ മതാധിഷ്ഠിത സാമൂഹ്യ ആഖ്യാനങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇതാണ് അംബേദ്കർ പറഞ്ഞത്. ഈ തരത്തിലുള്ള ആഖ്യാനങ്ങൾ പരത്തുന്ന ഈ ബ്രാഹ്മണികമായ
പിന്നെ ശാസ്ത്രങ്ങളൊക്കെ ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഈ നരേറ്റീവുകളൊക്കെ ഡൈനാമിറ്റ് വെച്ച് തകർക്കാനുള്ള പണി തന്നെ നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം ആഖ്യാനങ്ങളെ കാലഹരണപ്പെടുന്ന വിധത്തിൽ, മതമുക്തിയെ അല്ലെങ്കിൽ സെക്കുലറൈസേഷനെ സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ അങ്ങനെയുള്ള ആധുനിക ആഖ്യാനങ്ങളെ സൃഷ്ടിക്കുക, നിലനിർത്തുക എന്ന ജോലിയാണ് നമ്മൾ സ്വാതന്ത്ര്യചിന്തകർ ചെയ്യേണ്ടത്. അത് നമ്മളെ ചെയ്തേ പറ്റുകയുള്ളൂ. ഇവിടെയാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രസക്തി. യൂറോപ്പിൻ്റെ സെക്കുലറൈസേഷൻ എന്നത് 18ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച എൻലൈറ്റ്മെൻറ്റ് പ്രൊജക്റ്റിനെ പിൽക്കാലത്ത് ലോങ് 19th സെഞ്ച്വറിയിൽ മുന്നോട്ട് കൊണ്ടുപോയും ഏറെക്കുറെ പൂർത്തീകരിക്കുകയും ചെയ്ത അനേകം സ്വതന്ത്രചിന്തകരുടെ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, വോൾട്ടേറൊക്കെ ഉണ്ടായിട്ടുള്ള 18ാം നൂറ്റാണ്ടിൽ വലിയ രീതിയിലുള്ള മതവിമർശനമൊക്കെ ഉണ്ടായിട്ടുള്ള 18ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞിട്ട് 19ാം നൂറ്റാണ്ട് അവസാനത്തിൽ 1889 അവിടെ അപ്പോഴും എന്തുണ്ട്, ദൈവം എന്നൊക്കെ ശിക്ഷയുണ്ട്. അത് അവസാനിക്കുന്നില്ല. ദ എൻലൈറ്റ്മെൻറ്റ് പ്രൊജക്റ്റ് വാസ് നോട്ട് കംപ്ലീറ്റ്. അത് ഈ 20ാം നൂറ്റാണ്ടിലേക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ വർക്ക് കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ള അനേകമായിട്ടുള്ള സ്വതന്ത്ര ചിന്തകരുടെ നിരന്തരമായ പ്രയത്നം കൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. സമാനമായിട്ട് ഇന്ത്യയിൽ മഹാത്മാഫുലെ, അംബേദ്കർ, പെരിയാർ, അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ നേരിട്ട് നൽകിയിട്ടുള്ള ഒരു ജ്ഞാനോദയ ധാര ഉണ്ടായിരുന്നു. അത് ഇന്ന് ഏറെക്കുറെ പ്രതിജ്ഞാനോദയ ശക്തികളുടെ മുന്നേറ്റത്തിൽ തിരിച്ചടികൾ നേരിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ത്യൻ പ്രതിജ്ഞാനോദയ ധാര എന്ന് പറയുന്നത് ഈ ദയാനന്ദ സരസ്വതി, വിവേകാനന്ദൻ, സവർക്കർ ഇത് തുടങ്ങിയിട്ടുള്ള അവർ നേതൃത്വം നൽകിയിട്ടുള്ള ധാരയാണ്. അവരാണ് ഇന്ന് ഭരണകൂടമടക്കം സാമൂഹ്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത്, സംഘടനകളെ നിയന്ത്രിക്കുന്നത്, സമൂഹത്തിലെ ആഖ്യാനങ്ങളെ നിർണ്ണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും സൃഷ്ടിക്കുന്നതും അവരാണ്. ഇന്ത്യൻ ജ്ഞാനോദയ ധാരയോട് ചേർന്ന് നിൽക്കുക, അതിനെ ഉയർത്തിപ്പിടിക്കുക, അപൂർണമായ ഇന്ത്യൻ എൻലൈറ്റ്മെൻറ്റ് പ്രൊജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതായിരിക്കണം ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്ന എൻ്റെ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.